പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് വരാം. വേഗം കൊണ്ട് വിട്. അമ്മേ എന്താടാ ലോറിയില്? ഇത്തിരി മലഞ്ചരക്കാണ് സാർ. മലഞ്ചരക്കിന് പേരില്ലേടാ? എല്ലായിടത്തും കൊടുത്തു, ബാക്കി ഇതേ ഉള്ളൂ. എന്തായത്? ചരക്ക് വെളുപ്പിന് അങ്ങാടിയിൽ എത്തിച്ചില്ലെങ്കിൽ ആ ഗുലുമാലാണ് സാർ. എന്ത്? ഇത് വാങ്ങണം സാർ. പോലീസ് എന്താണ് കരുതിയത്? ഇത് പടിപ്പുര വീട്. ഇരുളു വീണ ഇടനാഴികളിലൂടെ മെല്ലെ കടന്നു ചെല്ലുമ്പോൾ പഴയ പ്രതാപത്തിന്റെ ഓർമ്മകളിൽ നിശബ്ദം ജീവിക്കുന്ന ചില മുഖങ്ങളെ ഇവിടെ നമുക്ക് പരിചയപ്പെടാം. കൊയ്ത്തും മെരിയും കഴിഞ്ഞ് വരണ്ടൊളിങ്ങിയ പാടങ്ങളിലൂടെ ആണ്ടിലൊരിക്കൽ മാത്രം തന്റെ പ്രജകളെ കാണാൻ പുറപ്പെടുന്ന മേലേക്കാവിൽ ഭഗവതിക്ക് പട്ടും പൊന്മളകളും കാഴ്ചവെച്ച് പ്രീതിപ്പെടുത്തുന്നു പടിപ്പുര വീട്ടുകാർ. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു അമ്മായി? ഒന്നും പറയണ്ടടാ, വെളുപ്പിനെ ബസ്സിൽ കയറി ഇരുന്നതാ. ഇങ്ങോട്ട് വരാൻ പറ്റൊരു പാടേ വഴിനീളെ ഛർദ്ദിക്കുകയും ചെയ്തു. അതൊരു പുതിയ സംഭവമല്ലല്ലോ. മനുഷ്യരിലെ കാരണവന്മാർക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? ഒന്ന് പോടാ. അമ്മായി, ആ കർണാടകയുടെ സ്റ്റൈലില് കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു അപ്പൂപ്പനുണ്ടല്ലോ, എന്താ അങ്ങനെയുള്ള പേര്? ശിവരാമപിള്ള, എന്റെ അമ്മായിയപ്പൻ. പക്ഷെ എങ്ങനെയുണ്ട്? ഓ, അങ്ങനെ തന്നെയുണ്ട്. കുഴമ്പും കഷായം മേടിക്കാൻ കാശ് കൊടുത്തിട്ടാ പോകുന്നത്. അതെ, നീയൊരു കാര്യം അറിഞ്ഞോ? എന്തേ? ശ്രീധരേട്ടന്റെ പറമ്പിൽ ആ വലിയ 2-3 മാവില്ലേ, അത് രണ്ടും മുറിച്ചു വിട്ടടോ. അതെ, ആ തള്ളയുടെ പണിയാ. എന്നിട്ടോ എനിക്കും എന്റെ പിള്ളേർക്ക് ഒരു ഉപ്പ് കല്ലിനെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല.
ഇതൊക്കെ എഴുതി അറിയിച്ചാലോ? എന്റെ ഭർത്താവ് പറയും അമ്മയമ്മ കുറ്റം പറയാന്ന്. ഇതൊക്കെ സഹിക്കാടാ. ചില നേരത്തെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴാ ആ കുരുട്ട് തള്ള അങ്ങനെ ഇരിക്കുന്നതിലും ആരാ സാധനം അറിയോ? ദേ വീതം മേടിച്ചോണ്ട് വരാനാ തള്ളയുടെ ഇപ്പോഴത്തെ മുറുമുറുപ്പ്. വീതമേ എടാ, അമ്മായി വീതം ചോദിച്ചു വന്നാ നീയൊക്കെ കൂടി എന്നെ ആട്ടി പുറത്താക്കില്ലേ? കണ്ടവരുടെ കാട്ടും തുപ്പയിട്ട് തട്ടാരമ്പലത്തുള്ള ബന്ധുവീട്ടിൽ കഴിയുമ്പോഴാ വല്യമ്മയെ ഞാൻ ആദ്യം കാണുന്നേ. അന്ന് ഞാൻ തീരെ പൊടിയാ. അച്ഛൻ പിണങ്ങി പോയതാണെന്നും അമ്മ ദീനം വന്ന് ചത്തതാണെന്നും വല്യമ്മ മറ്റുള്ളവരോട് പിറുപിറുക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീധരേട്ടന്റെ അമ്മയ്ക്ക് അതൊക്കെ അറിയാം. ദേഷ്യം വരുമ്പോ അവരോരോന്ന് പറയും. എനിക്കെന്തോ വന്ന് വന്ന് ആ വീടിന്റെ പടി ചവിട്ടണതേ അറപ്പാ. എന്നെ വളർത്തിയതും ആളാക്കിയതും നിന്റെ അച്ഛനല്ലേ? ആ കൂറും കടപ്പാടും ഏട്ടത്തിയോടും പിള്ളേരോടും എനിക്കില്ലേ? ഇല്ലേടാ? എന്റെ അമ്മായി, ഇതൊക്കെ ഞാൻ എത്ര തവണ കേട്ടതാ. മനുഷ്യരി പോയിട്ട് വരുമ്പോഴൊക്കെ അമ്മായിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. നിനക്കെല്ലാം ഒരു തമാശയാ. ഈ വീട് നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും ഇല്ല. അതുപോട്ടെ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ഒരു വിശേഷമുണ്ട്. നെല്ലിയാമ്പതിയിൽ നിന്നും മണിയമ്മായിയും കുട്ടികളും എത്തിയിട്ടുണ്ട്. ഇനി അവധി കഴിയുന്നത് വരെ വീട് വളരെ ശാന്തമായിരിക്കും. അതെ, ചെറുതും വലുതുമായിട്ടൊരു പട തന്നെ പോന്നിട്ടുണ്ട്. പാവം മുത്തശ്ശി. അപ്പൊ വെച്ചും വിളമ്പിയും അടുത്തു കാണോ അല്ലേ? അത് ഉറപ്പല്ലേ? അല്ല, നിന്റെ മഹാത്മയും നേതാജിയും തമ്മിൽ ഏറ്റുമുട്ടിയോ? ഉടനെ ഏറ്റുമുട്ടും. പക്ഷേ അതിനു മുമ്പ് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ വീട്ടിൽ നടന്നേക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും അമ്മായി വേഗം തിരികെ വന്ന് നന്നായി. കിക്ക് ഓഫിന് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഫുട്ബോൾ കളി കാണാമല്ലോ. എന്റെ ഈശ്വരാ, ഇവന് ഉത്തരവാദിത്തം വളരെ കൂടുതലാണല്ലോ. കൈമളിന്റെ മോളെ ഗോവിന്ദൻകുട്ടി കണ്ടു കാണും. എന്നാലും ഒരു ചടങ്ങിന് ഒറ്റ മോളാ, ഇഷ്ടം പോലെ സ്വത്തും. ആ കൈമൾ അത്ര ശരിയില്ലെന്നേ. നമ്മൾ എന്തിനാ അത് നോക്കണം? കുട്ടിയെ നോക്കിയ പോരെ. അഥവാ ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ കേസുണ്ട്. നല്ല തങ്കപ്പെട്ട കുട്ടി, ഡിഗ്രി വരെ പഠിത്തം, 4 ലക്ഷം ശ്രീധരം. എങ്ങനെ? ആഹാ, എങ്കിൽ അത് മതി. എവിടെ സ്ഥലം? അത് എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഏടാ അളിയ, പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് യോഗം ഉണ്ടാ. നോക്ക് നോക്ക്. ഒക്കെ അവന് ശരിയാക്കി തരാണ്ടേ, നീ പേടിക്കാണ്ടിരിക്കലിയാ. എടാ പപ്പാ, നീ ആ ഏറൊന്ന് വിടറാ. ഇന്നലെ സ്റ്റേജിൽ കയറിയപ്പോ പിടിച്ച പിടുത്തല്ലേ, നെഞ്ചാൻ കൂടെ പൊട്ടിപ്പോകും. വേണ്ട. ഏറ് പിടിച്ചെങ്കിൽ എന്താടാ? ഞങ്ങൾ നാടകം കളിച്ച് 1ാം സമ്മാനം നേടിയില്ലേ? നിങ്ങൾ ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ? എന്നിട്ട് എന്തായാലും ഒരു നാടകത്തിൽ ജയിച്ചെന്ന് വെച്ച് അധികം നെഹളിക്കല്ലേ. ഫുട്ബോൾ മത്സരം പറ്റും, അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. ഫുട്ബോളിൽ നീ എന്ത് ചെയ്യാനടാ പുല്ല്? ആ ജയകൃഷ്ണൻ ഉള്ളിടത്തോളം കാലമേ നീ അല്ല നിന്റെ അപ്പുറത്തോളം വന്നാലും ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. ജയകൃഷ്ണ, ആ വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നുണ്ട് ഇത്രയും കാലം നീയൊക്കെ വിലത്തി. ഇത്തവണ കാണിച്ചു തരടാ നിന്നെയൊക്കെ. ഓ, എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? നിങ്ങളെ കൊണ്ടായിരുന്നോണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നേ. പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. ജയ, ഇക്കൊല്ലത്തെ ഫുട്ബോൾ മാച്ചിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ജയകൃഷ്ണൻ പുണ്ണാക്കാണല്ലേ അവൻ പറഞ്ഞത്. നീ എന്താ ആലോചിക്കുന്നേ? പേടിയാ. ആ ഗോളി ഭാസ്കർ നാടോട്ട് പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാൻ ആലോചിക്കുന്നത്. ജയ, ഞാൻ ഗോളിയാവാം. അപ്പൊ പന്താര് പിടിക്കും? അയ്യടാ, ഒരു ഗോളി അതിലും ഭേദം വല്ല വാഴപ്പിണ്ടി വെട്ടിയേക്കുന്നതായിരിക്കും. ഗോളിയെ നമ്മൾ കൊണ്ടുവരും. എന്തായാലും ഈ കളി നമ്മൾ ജയിച്ചേ പറ്റൂ. അതെ, അതോടെ ഗോവിന്ദൻകുട്ടിയുടെ വെളച്ചിലും തീരും. ഗോവിന്ദൻകുട്ടിയുടെ മാത്രമല്ല, അവന്റെ വെളച്ചിലും ഇതോടെ തീരും. ആ വിജയന്റെ, വിജയകൃഷ്ണന്റെ. പിന്നെന്താ? എത്ര നാളായി വിജയൻ നിന്നെ കണ്ടിട്ട്? നീ ഇതുവരെ എവിടെയായിരുന്നു? സത്യത്തിൽ നീ പോയതിനു ശേഷം ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കയ്യും കടക്കുമില്ല. ആത്മഹത്യ വരെ തോന്നിപ്പോയെന്ന്. എന്തിനെന്നോ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പ് അതിലൊരുത്ത തട്ടിപ്പോടാ. പിന്നത്തെ കഥ പറയണ്ടല്ലോ. ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം പറയാനാ. മഹാത്മയും നേതാജിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ നീ ആയിരിക്കും കമന്ററി പറയാൻ പോകുന്നത്. തന്നെ? എന്താ, വിശ്വാസം വരുന്നില്ലേ? കമന്ററി എങ്കിൽ കമന്ററി. കളി തുടങ്ങലിയാ. ഇത്തവണത്തെ മത്സരത്തിലുണ്ടല്ലോ, ഞാൻ ഒരു കളി കളിക്കാൻ പോവാനെ.
ഞാൻ തന്നെ കളിക്കാൻ ഇറങ്ങുന്നത്. അതാ ഇപ്പൊ എന്റെ ടെൻഷൻ. ആ ഗ്രൗണ്ടിൽ ഞാൻ കിടുക്കി കളയും. അതിന് നിന്നെ കളിപ്പിക്കുന്നില്ല. ഏ? പോയടാ എല്ലാം പോയടാ ജയേഷാ. എന്താ 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 ചതി, കൊടുംചതി, ആര് ചതിച്ചു? ചതി. നീ കാര്യം എന്താ വെച്ചാ പറ. വിജയേഷും ഗോവിന്ദൻകുട്ടിയുടെ ഗോവിന്ദൻകുട്ടിയുടെ കളിക്ക് പറ. മഹാത്മയ്ക്ക് വേണ്ടി വിജയേഷൻ കളിക്കുന്നു. നീ എന്താ പറഞ്ഞേ? അങ്ങേക്കരയിലെ കടാരയുടെ ചന്തയെ വെച്ച് കണ്ടപ്പോ പറഞ്ഞതാ. ഗോവിന്ദൻകുട്ടി ടൗണിൽ പോയി വിജയേഷിനെ കണ്ട് കാശും കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നീ മഹാത്മയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ടോ? എന്താ മഹാത്മയ്ക്ക് വേണ്ടി നീ കളിക്കുന്നുണ്ടോന്ന്? മനുഷ്യന് ഇത്തിരി മനസ്സമാധാനം തരുമോ? ഏത് നേരം ഒരു നേതാജിയും മഹാത്മയും. നിനക്കെന്താ വട്ടുപിടിച്ചോ? വട്ടുമെന്റെ വിജയ കരാർ ലംഘിക്കരുത്. കരാറോ? എന്ത് കരാറ്? ഓഹോ, അപ്പൊ നീ നേതാജി ക്ലബിന്റെ ബൈല വായിച്ചിട്ടില്ലല്ലേ? ഇല്ല. എന്നാ അങ്ങനെ ഒരു ബൈല ഉണ്ട്. അതിലിങ്ങനെ ഒരു കരാറുണ്ട്. അതിലിങ്ങനെ നല്ല അടിവരായിട്ട് പറയുന്നുണ്ട് മറ്റൊരു ക്ലബിന് വേണ്ടിയും കളിക്കാൻ പാടില്ലെന്ന്. ഇത് കോഴയാ, കോഴ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നേതാജിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞിരിക്കണം. കരാറും മണ്ണാങ്കട്ടയും രണ്ട് ഉണക്ക ക്ലബ്ബുകൾ തമ്മിലല്ലേ? അമേരിക്ക ഇറാഖൊന്നുമല്ലല്ലോ. അതേടാ, അങ്ങാടി കടുവാർക്ക് ഇത് അമേരിക്ക ഇറാഖ് തമ്മിലുള്ള മത്സരം. അധികം വാശി പിടിക്കല്ലേ. ഒരു ക്ലബിന് വേണ്ടി നീ കളിക്കില്ല, പറഞ്ഞേക്കാം. ഓഹോ, ഭീഷണിയാണോ? അതേടാ, ഭീഷണിയാ. എന്നാ കേട്ടോളൂ, വിജയകൃഷ്ണൻ തീരുമാനിച്ചു കഴിഞ്ഞു മഹാത്മയ്ക്ക് വേണ്ടി കളിക്കാൻ. നോക്കിക്കോ, ഇത്തവണ മത്സരത്തിന് നേതാജിയുടെ വലക്കെട്ടിലേക്ക് തുരുതുരാ ഗോളുകൾ വീഴും. നീ ഒരു മരടോണയോ? നിന്റെ മോഹം കൊള്ളാം, പക്ഷെ നടക്കില്ല വിജയ. മൈതാനത്ത് കാലുകുത്തിയിട്ട് വേണ്ടടാ നീ തുരുതുര ഗോളടിക്കാൻ. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യടാ? എന്ത് ചെയ്യും? ൂത്താടി തമ്മിലിടിച്ചു പൊടിച്ചു നടക്കണമിണ്ടാണ്. അന്യോന്യം പോത്തു വിളിച്ചും അങ്കത്തട്ടിൽ ചാടിക്കേറി അത്തിരി തത്തിരി അടവുകളെ കിടക്കുണ്ടാണ്. ആരംഭത്താരംഭത്തമ്മയത്തിൻ ചേക്കേറി അന്നു മുതൽക്ക് ഈ തിരുവട്ട കൂട്ടിലടച്ച കരിമ്പുലി പോലിവർ കടിപിടിയായി. കുഞ്ഞാങ്കിളിവാ അമ്മങ്കൊടക്കുന്നു ഉത്സവം. ഒന്നാങ്കുന്നേ കുഞ്ഞാങ്കിളിവാ മലരും മഞ്ഞൾ പൊടി മാനത്തുള്ള കുങ്കുമവും കരിമ്പും കന്നിക്കൂമ്പും കണ്ടം ചിന്തും ചക്കരയും മയങ്ങാൻ മറ്റാനേകും കൺമണി പിന്നെ പട്ടും വളിയും പൊട്ടും കുത്തി കെട്ടാൻ വരും കായം. വാളുപോരിന് തൊക്കിരിവേഷ കൂത്താടി തമ്മിൽ വെച്ച് പൊടിച്ചു നടക്കണമെങ്കിൽ പൊന്നാര പൊൻവല്ലി ജനതാ
മാനത്തോണി ഇറക്കണതാരോ നിഴലിളകണ ചെറുതുഴ തുഴയണതാരോ കൂടാരക്കൂട്ടി കൂട്ടിരിപ്പതാരോ നുള്ളി നുള്ളി കിക്കിളികൂട്ടും കാറ്റോ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇതാ തിരിശീല ഉയരുകയാണ്. ഇവിടെ നടക്കുന്ന വാശിയേറിയ ഈ മത്സരത്തിൽ മഹാത്മയാണോ നേതാജിയാണോ വിജയിക്കുന്നതെന്ന് ഏതാനും നിമിഷത്തിനകം നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. ആരും ഇടം കയറിയിട്ട് വിജയശ്രീ വിളിച്ചിരിക്കുകയാണ്. കളി കയ്യാങ്കളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തേ. എന്റെ താടി ഞാൻ പിടിച്ചെടുക്കോടാ. മിണ്ടി പോരുത്, മുണ്ടൂടാ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ മക്കളെ. എന്തെങ്കിലും കാര്യമായ കാര്യത്തിനാണൊക്കെ കൊള്ളാം. ഇവരെ ഒറ്റ ഒരുത്തരെല്ലാം കാരണം. ഞാനോ? അതേടാ. എടാ നിന്റെ ടീമിൽ ഒരു കാട്ടമാക്കാനില്ലേ? അവനെ എന്നെ ചവിട്ടിയത്. കളിയാവുമ്പോ ചവിട്ട് കൊള്ളുന്നതും വീഴുന്നൊക്കെ പതിവാ. റൊണാൾഡോയൊക്കെ എത്ര ചവിട്ടാ ഡെയിലി കൊള്ളുന്നത്? പല്ലവനും ചവിട്ടുകൊള്ള എന്നെ കിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കടാ. ആ മറഡോണയൊക്കെ ചവിട്ട് കൊണ്ടിട്ടാ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയത്. അതിന് ഞാൻ മറഡോണയല്ല. അതെനിക്കറിയാം. നീ മരഡോണ. നിർത്തിനടാ കഴുതകളെ. ഇത്രയായിട്ടും തൃപ്തിയായില്ലേ നിങ്ങൾക്കൊക്കെ? പോത്തുപോലെ വളർന്നല്ലോ. അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഈ പണിക്ക് പോവായിരുന്നോ? അമ്മ ഞാനല്ല, ഇവനോ. അമ്മ എന്താ സംഭവിച്ചത്? വേണ്ട, എനിക്കിനി ഒന്നും കേക്കണ്ട. നിന്നെയൊക്കെ വളർത്തി ഇത്രയാക്കിയത് തമ്മി തല്ലി ചാകാനാണെങ്കിൽ രണ്ടും കൂടെ എവിടെയെങ്കിലും പോയിക്കോ. എന്താടി ഇത്? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ എന്താ പെണ്ണുങ്ങൾ എങ്ങനെ നിക്കണേ? പോയി ചോറെടുത്ത് വെക്കി. പിള്ളേർക്ക് വിശക്കണുണ്ടാവും. എന്താടി? എന്ത് പറ്റി? കഴിക്കണില്ലേ? കഴിച്ചോളാം. ഓ ഓ ഒന്ന് പോടാ, വെറുതെ വഴക്കുണ്ടാക്കിട്ട്. എന്താണ് രാത്രിയിൽ എന്താ പ്രശ്നം? ആ കൈമളും ഗോവിന്ദൻകുട്ടിയും കൂടി നമ്മളെ തല്ലാൻ പരിപാടി ഇടുന്നുണ്ട്. ആ ചന്ദ്രനാ വിവരം പറഞ്ഞത്. ഊന്നുന്നതിന് മുമ്പ് നമുക്ക് ആ കൈ ഓടിക്കണം. ഫുട്ബോൾ ഒരു അലങ്കോലമായത് നീ കാരണമാണെന്നാ അവന്മാര് പറയുന്നത്. അവന്മാര് നമ്മളെ തല്ലുന്നതിന് മുമ്പ് ആ ഗോവിന്ദൻകുട്ടിയും കൈമളിനെയും നമ്മളെ തല്ലിയിരിക്കും. നിങ്ങൾ പൊയ്ക്കോ. അമ്മ ഇവിടെ ഇപ്പൊ ആകെ ചൂടായി നിൽക്കുക. ഞാൻ പുറകെ വന്നോളാം. ചെല്ല്. ശരി വാ. അവര് പിന്നെ വെറുതെ നിക്കടവിടെ. പോയി തല്ലിയോ കൊല്ലോ എന്താണെന്ന് വെച്ചാ ചെയ്യ. നിന്നെ എനിക്കിനി കാണണ്ട. ഞാനിനി എന്തൊക്കെ കാണണോ എന്റെ ദൈവമേ. അമ്മ അവന്മാർ തല്ല വരുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യണം?
തല്ലി ചാവട പോയി. എനിക്കിങ്ങനെ ഒരു മകനില്ലെന്ന് കരുതിക്കോളാം. അമ്മ ഇങ്ങനെ കരയാൻ വേണ്ടി ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന്? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വന്നിരിക്കല്ലേ. നീ ഇവിടെ നിൽക്കണ്ട. ഇനി ഒന്നും അനുഭവിക്കാൻ എനിക്കാവില്ല. നാളെ തന്നെ വിജയന്റെ കൂടെ പൊയ്ക്കോ. എവിടേക്ക്? എവിടേക്കെങ്കിലും. ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. പൊയ്ക്കോ വിജയന്റെ കൂടെ. പോകാം. അതെ, ഞാൻ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ഈ സ്വഭാവം കൊണ്ട് നടക്കുമ്പോ അവൻ അവിടെയും ശരിയാവില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് നിൽക്കാമെങ്കിൽ മാത്രം വന്നാ മതി. ഓ, എന്നാ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം. എന്തോ? അത് സാധ്യമല്ല. എന്നാ വേണ്ട. അമ്മേ, ഇവനവിടെ ശരിയാവില്ല. സത്യം ചെയ്യടാ. ഇവിടെ സത്യം ചെയ്യാൻ. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മ ഇന്നലെ രാത്രി മുഴുവൻ ഒരേ കരച്ചിലായിരുന്നു. എന്തായാലും തൽക്കാലം കുറച്ചാലും ഞാൻ ഇവിടെ മാറി നിൽക്കാം. അതാ നല്ലത്. പ്രശ്നങ്ങൾക്കൊക്കെ തൽക്കാലം ഞാൻ അവധി കൊടുക്കുകയാണ്. ഞാൻ ചെന്നിട്ട് കത്തിടാം. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए. ഹലോ, ആരാണ്? ആരാ സംസാരിക്കുന്നത്? വിജേഷം വന്നില്ലല്ലോ. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? അത് മനസ്സിലായി. സംസാരിക്കുന്ന ആൾക്ക് പേരില്ലേ? ഓ, ശാന്തിയാണോ? പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ശബ്ദത്തിനൊരു മാറ്റം. എന്താ, ജലദോഷമാണോ? കഴിഞ്ഞ ദിവസം ശാന്തി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ശാന്തി ഒരു കടും പച്ച ബോർഡറുള്ള സാരി എടുത്ത്, ഇറ്റ്സ് വെരി നൈസ്, വെരി വെരി നൈസ്. അത് ശാന്തിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഐ ഫീൽ. കട്ടായോ? ശാന്തി കണ്ട പെണ്ണുങ്ങളുടെ സാരിയും ബ്ലൗസും മാച്ച് ആണെന്ന് നോക്കുന്നതുക്ക് உங்களுக்கு വെക്കമില്ലയാ? അത് ഞാനൊരു നഗ്നസത്യം പറഞ്ഞതല്ലേ എന്റെ വസുമതി. இந்த மாதிரி சத்தியம் இதுவரைக்கும் எங்கிட்ட சொல்லலையே. എന്റെ പൊന്നു വസു, പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട്? നീ സാരി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരുപോലല്ലേ എന്റെ കരളെ. ആരാ ഈ നേരത്ത്? മോളെ ഗായത്രി, ആരാണ് നോക്ക്. അവള് ബാത്റൂമിൽ താനേ. ആ, എന്നാ ഞാൻ തന്നെ നോക്കാം. എത്തിയോ? ഓഫീസിലെ പെങ്കൊച്ച ഇപ്പൊ കൂടെ വിളിച്ചതേ ഉള്ളൂ. ഓഫീസിലെ പെങ്കൊച്ച? അതേത് പെങ്കൊച്ച്? ഓഫീസിലെ സ്റ്റാഫാ. ഓ, ആ, ഒടുവിൽ ആളെ കിട്ടിയല്ലോ. ഇതെവിടെ നോപ്പിച്ചു? അല്ല സുഖേട്ട, ഇത് അതൊക്കെ മനസ്സിലായി. മുമ്പ് എവിടായിരുന്നു? വീട്ടിലോ ഹോട്ടലിലോ? വീട്ടിൽ. ആ, അതേതായാലും നന്നായി. ബാക്കി രുചിയുള്ള ഭക്ഷണം കഴിക്കാലോ. ആ, പിന്നൊരു കാര്യം, ഇവിടെ നോൺ വെജ് പാടില്ല. വസുമതിക്ക് അത് ഇഷ്ടമല്ല. അയ്യോ, ഇത് സുഖമായിട്ട് ഉദ്ദേശിച്ച ആളല്ല, എന്റെ ബ്രദറാ. അയ്യോ,
ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പെട്ടെന്ന് റെഡി ആവട്ടെ. ഓ എന്നാൽ അങ്ങനെ ആട്ടെ. അവരുടെ തമ്പിയാ? അല്ലേ അണ്ണൻ. ഇതെന്താ കൊള്ള സംഘത്തിലേക്കുള്ള വഴിയോ? ഇതെന്തോന്നാടേ, തൊഴുത്തോ? ഇതുവരെ ഇതൊരു വീടായിരുന്നു. ഓഹോ, ഇനി വേണമെങ്കിൽ തൊഴുത്തെന്നും പറയാം. അതെന്ത്? നീ ഇവിടെ താമസം തുടങ്ങല്ലേ, അതുകൊണ്ട് അപ്പൊ ഇതൊരു തൊഴുത്താവും. അതെങ്ങനെ? അതാവും. അതെങ്ങനെയാവും? നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങനെയാവൂടാ തൊഴുത്ത്? ഏയ്, ജയ, അമ്മയോട് സത്യം ചെയ്ത കാര്യം മറക്കണ്ട. ഇല്ലേ? ഇവിടം എനിക്ക് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അന്ത പയ്യനെ പാത്താ വിജയന്റെ അണ്ണനാന്ന് തോന്നേ ഇല്ല. അണ്ണൻ എന്നതോ പോട്ടെ, കുടുംബക്കാരനാണെന്ന് പോലും തോന്നില്ല. അല്ല, ഒന്നോർത്താൽ അത്ഭുതമില്ല. നിന്നെ കണ്ട എന്റെ ഭാര്യയാണെന്ന് ആരെങ്കിലും പറയൂ? ഏ? എന്നാ ഞാൻ ഓഫീസിൽ പോവാ. ഓ. നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാനല്ല ഞാൻ ഇവിടം വരെ വന്നത്. ഞാനും നിന്റെ കൂടെ വരിക. എന്തിന്? എനിക്ക് ഈ സിറ്റിയൊക്കെ ഒന്ന് കാണണം. കൂട്ടത്തിൽ നിന്റെ മുതലാളിയെ കണ്ട് എന്റെ ജോലിക്കാരും കൂടി ഒന്ന് സംസാരിക്കണം. എന്തേ? അതൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പ പറ്റും? അതെ, MD-യുടെ മൂഡ് നോക്കി വേണം പറയാൻ. അതെന്തിനാ MD-യുടെ മൂഡ് നോക്കി പറയുന്നത്? മുഖത്ത് നോക്കി പറഞ്ഞാൽ പറ്റില്ലേ? ഏ ജയ, ഏ, നീ ഇവിടെ ഇരുന്നാ മതി. ഓ, ഉച്ചക്കേ ഞാൻ ഇങ്ങ് വരാം കേട്ടോ. കേട്ടില്ല. ആ. നീ ഒരു പുല്ലും പറയണ്ടടാ, പുല്ലേ. ജയ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന കരുതിയത്. എന്റെ കയ്യിൽ എവിടെന്നാ പൈസ? എനിക്കെന്താ സ്പിരിറ്റ് വെച്ചോളോ? പൈസ വിടും, അമ്മ നിന്നെ അല്ലടാ ഏൽപ്പിച്ചത്. എങ്കിൽ ഞാൻ പോകുമ്പോ നിനക്കൊരു വാക്ക് പറയാറുന്നില്ലേ? ഏത് വാക്ക് പറയണം? എന്നെ കൊണ്ട് ആ വാക്ക് പറയിപ്പിക്കല്ലേ. എന്താണ് ഇത്? ബിരിയാണി. ബിരിയാണിയാ? ആ എന്റെ കയ്യിൽ കാശുണ്ടെന്ന് കരുതുന്നല്ലേ നീ പറഞ്ഞത്? ആ, അതെ. പിന്നെന്തിനാടാ നീ 2 പാക്കറ്റ് വാങ്ങിച്ചത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. ഒരു നേരം പട്ടിണി കിടക്കുന്ന നല്ലതാ. നിൽക്കണ അവിടെ. എനിക്കറിയാം നിനക്ക് അസൂയടാ. ഞാൻ നന്നാവുന്നത് കാണുന്നതിലുള്ള അസൂയ. എന്നെ ഇങ്ങനെ ഡെയിലി പട്ടിണിക്കിട്ട് ഫിസിക്കലായിട്ട് എന്നെ തോൽപ്പിക്കാന്നായിരിക്കും നിന്റെ വിചാരമല്ലേ? നടക്കില്ലടാ. നീ കൈയെടുക്ക. നിന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചൊന്നുമല്ലല്ലോ. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കി നാട്ടിൽ പോയിക്കോ. കൈചുണ്ടാടാ. നാട്ടിൽ പോവാൻ മനസ്സിലടാ. ഞാൻ ഈ സിറ്റിയിലൊന്ന് അടിച്ച് പൊളിക്കാൻ പോവാടാ. ഇതൊരു കുരിശായല്ലോ. കുരിശ് നിന്റെ കഴുത്തിൽ തന്നെ കെട്ടി തൂക്കിക്കോ. നീ എന്റെ കാര്യം MD-യോട് സംസാരിച്ചോ? ഇല്ല. എനിക്കറിയാം നീ സംസാരിക്കില്ല. നിന്റെ കമ്പനിയിൽ എന്നെ അപ്പോയിന്റ് ചെയ്താൽ നിന്നെ ഓവർടേക്ക് ചെയ്ത് ഞാൻ നിന്റെ MD ആവുന്നുള്ള പേടിയില്ലടാ നിനക്ക്. നീ മരത്തിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണൂടാ. ഒന്നുമില്ലെങ്കിലും നിന്നെക്കാൾ 3.5 മിനിറ്റ് മൂത്ത ഇരട്ടയല്ലേടാ ഞാൻ. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ദാ തിന്ന്. കുറച്ചു നേരങ്ങളിൽ വായടക്കല്ലോ. വായടപ്പിക്കാൻ നീ വായില്ല കുന്നിനപ്പനോ? ബിരിയാണി നടന്നടാ? ഹോട്ടലിൽ നിന്നാണോ? അല്ല, നിന്റെ അമ്മായിയമ്മ തന്നയച്ചത്. ഓഹോ, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പൊ എന്താ ബിരിയാണി കച്ചവടമാണോ? എന്തിനാണ് അത് വാങ്ങിച്ചത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. വേണമെങ്കിൽ തിന്ന്. അങ്ങനെ ഇപ്പൊ വേണ്ട, നീ തന്നെ കഴിച്ചോ. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വയറ് കേടാക്കാൻ എന്നെ കിട്ടില്ല. ആ പരട്ട നായര് വരുന്നുണ്ട്. നായയുടെ ജന്മമാ. ആ നായ്ക്ക് ഞാനിന്ന് കാണിച്ചു അയാളെ കാണണ്ട. നീ ഇതെടുത്ത് അങ്ങോട്ട് മാറി നിന്നു. ഞാനിപ്പോ വരാം. വരണോന്നില്ല. സുഖമായിരുന്നോ? എന്താ? അല്ല, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്താ ചേട്ടാ ഇവിടെ ഒരു മണം? എന്ത് മണം? ഇറച്ചിയുടെ മണം പോലുണ്ട്. ചേച്ചി കാണാതെ ചേട്ടൻ ഇന്ന് കോഴി പൊരിച്ചോ? ഇവിടെ നല്ല മണം വന്നു. അല്ല, ഞാൻ വിചാരിച്ചു മറ്റോണില്ലേ. അയ്യോ ചേട്ടാ, ഞാൻ കഴിക്കാറില്ല. സത്യമായിട്ടില്ല. അതല്ല ചേട്ടൻ ജയകൃഷ്ണൻ. ഓ, അവൻ ബാത്റൂമില്ല. എന്നാ പിന്നെ ചേട്ടൻ ചെല്ലേ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ്. അയാൾ പോയി. വാതിൽ തുറക്ക്. ദാ ജയ, എന്റെ ബിരിയാണി എവിടെ? എന്റെ ബിരിയാണി? ബിരിയാണിയിൽ എന്താ നിന്റെ പേരിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്? ഞാൻ കൊണ്ടുവന്ന ബിരിയാണി എവിടെ? അത് ഞാൻ അങ്ങ് തിന്ന്. നീയല്ലേ പറഞ്ഞത് ഒരു നേരം പട്ടിണി കിടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാന്ന്? നീ ഇന്ന് ആരോഗ്യം നന്നാക്ക്. കൈയെടുക്കുന്ന അടിച്ച് അണപ്പലർപ്പിച്ചാ ഞാൻ. കേടാ. അതെ, ഈ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് കുറെ ദൂരം ഇങ്ങനെ നടക്കുന്നത് നല്ലതാണ്. ആണാ? പോടാ. അതിനെ പറ്റിയ സ്റ്റേഡിയം വല്ലതും ഉണ്ട് ഇവിടെ? നാളെ മുതൽ എനിക്കത് വേണ്ടി വരും. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഈ വിശപ്പുള്ളതുകൊണ്ട് നല്ല ഉറക്കം കിട്ടും. ഓക്കെ, ബൈ ബൈ.
നാട്ടുകാർ കൊള്ളാം, എക്സർസൈസിനെ കുറിച്ച് ബോധം. ഇത്ര സ്പീഡിലല്ല ജോഗിങ് നടത്തുന്നത്. രോഗിയാ അങ്ങോട്ട് നോക്കണോ? നിനക്ക് ഭക്ഷണത്തിനുള്ള കാശ് ഇതോടൊപ്പം വെക്കുന്നു. നിന്റെ ഇഷ്ടാനുസരണം വയറ് നിറച്ച് കഴിക്കുക. കയറ് നിറച്ച് തന്നെ കഴിക്കും. 20 രൂപയ്ക്ക് 2 ബോണ്ട പോലും കിട്ടില്ല 20 രൂപയ്ക്ക്. എന്റെ ജയകൃഷ്ണ, നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ മുത്തപ്പന് നടന്ന വഴിപാടാ ഇതില്. സമയം കിട്ടുമ്പോ നീ ഇത് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കണേ. എന്റെ മുത്തപ്പ എന്നോട് ക്ഷമിക്കണേ, വിശന്നിട്ടാണേ. നിന്റെ എന്താ ഇവിടെ പതിവില്ലാതെ? ഓട്ടവും ചാട്ടമൊന്നുമില്ലേ? അതൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. എന്താ? അല്ല, ഒരു പാട്ട് കേട്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ കേട്ടിട്ടില്ല അല്ലേ? എന്റെ പാട്ട് ശരി. ആ. ഇത് ഗായത്രി എന്റെ മകൾ അറിയില്ലേ? വാ വാ പോ. നാട്ടിലായിരിക്കുമ്പോഴും ഞാനിങ്ങനെ പതിവായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടേ. പിന്നെ എങ്ങനെയുണ്ട് പാചകമൊക്കെ? പാചകം വിജയം പറഞ്ഞു ജയകൃഷ്ണൻ നല്ല പാചകക്കാരനാണെന്ന്. അത് പിന്നെ അവനാ എനിക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ചു തന്നത് ഈ പാചകേ. ആ, ഒരു ദിവസം നമുക്ക് കൂടാം. എനിക്കും അറിയാൻ ചില പൊടിക്കൈകളൊക്കെ. ഓ, പാചകോ വിജയ, നീ എനിക്കിട്ട് പാര വയ്ക്കുകയാണല്ലേ. ഈ കിഴവന്റെ 40-ാം നമ്പർ വീട് ഇയാള് മറന്നോ? ഒത്തിരി നാളായല്ലോ തന്നെ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? അല്ല, അത് പിന്നെ ഈ ജോലി തിരക്കും പ്രശ്നങ്ങളും കാരണം. ഇയാള് കിടന്ന് തത്തിക്കളിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. സാർ, എന്തെങ്കിലും പ്രശ്നങ്ങൾ? പ്രശ്നങ്ങളോ? എന്തു പ്രശ്നങ്ങള്? വളച്ചേട്ടില്ല, അതൊക്കെ ആരും പറയടോ. അല്ല, ആ കുട്ടിയെ കുറിച്ചാണ്. അന്ന് ഞാനിവിടെ ഏൽപ്പിച്ചു പോയ ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. സാർ എന്നോട് ക്ഷമിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മാവ് വന്ന് കൊണ്ടുപോയിക്കോളും. അതുവരെ. ഓ, ഇത് പറയാനാണോ ഇയാൾ ഒത്തിരി ബുദ്ധിമുട്ടിയത്? ആ കുട്ടി പാവമാടോ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വേരുകൾ തേടി പിരിഞ്ഞുപോയ മക്കളെക്കാൾ ഒരു പടി മുന്നിലാ ഈ കുട്ടി ഞങ്ങൾക്ക് തരുന്ന സ്നേഹം. എന്താ, തനിക്ക് അമ്മൂനെ കാണണോ? ഒന്നുമില്ല, വെറുതെ ഇടത്തോട്ട് തിരിഞ്ഞ് മ്യൂസിയം വഴി പോകാമെന്ന് വിചാരിച്ചപ്പോ വലത്തെ വളവിലെ LIC ഓഫീസറല്ലേ, ആ വീട് കണ്ടു. അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിനടുത്താണല്ലോ മേജർ ആൻഡ്രൂസിന് വീടുന്നത്. അമ്മൂനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. നാട്ടിലെന്തൊക്കെയാ വിശേഷങ്ങൾ? നാട്ടില് വീട്ടിൽ അമ്മയ്ക്ക് സുഖം, മുത്തശ്ശിക്ക് സുഖം, പിന്നെ എല്ലാവർക്കും സുഖം. പിന്നെ ഏട്ടനാണെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹം. ഒടുവിൽ സ്നേഹം മൂത്തപ്പോ കക്ഷി പെട്ടിയും കിടക്കെടുത്ത് എന്നോടൊപ്പം ട്രെയിൻ കയറി. എന്തോ ഒരു വല്ലായ്മ. ഒന്നുമില്ല. അമ്മൂന് സുഖം തന്നെയല്ലേ? സുഖാണ്, ഒത്തിരി ഒത്തിരി. അങ്കിളിനും ആന്റിക്കും അമ്മൂന് വളരെ ഇഷ്ടമായി. പാവങ്ങൾ. ഇടയ്ക്കൊക്കെ നേരെ കെട്ടുപോ ഇതുവഴി ഞാൻ വരാം. പോട്ടെ.
എന്തിന് മേലെ എന്നോ ശബ്ദം കേக்குത്. 300, 301, 302, 303, 304. അയ്യോ എന്താ അയ്യോ വല്ലതും പറ്റിയോ? എന്റെ കൈ ഒളിക്കടാ. എങ്ങനെ ഉള്ളായിരിക്കും? ലൂസ് ബോഡി അല്ലേ ചേട്ടാ. ആയിരിക്കും ഡംബൽസ് കണ്ടോ? ഇതിങ്ങനെ എടുത്ത് വല്ലപ്പോഴും പരിപാടി നടക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. അതെ, ഈ ഓൾഡ് ഏജ് ആയി പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സർസൈസ് ചെയ്തു ബോഡി ഇങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം. വന്നേ ട്രൈ ചെയ്യൂ, നമുക്ക് ഒന്നിട്ട് ബോഡി ഫിറ്റ് ആക്കുന്ന സമയത്ത് വിഷമദ്യം അടിച്ച എന്താ എന്താ ഇവിടെ എന്താണ്? അതെ, ഇവിടെ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്. നീ എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? നിനക്കറിയാലോ, എനിക്ക് ഇത്തരം പാർട്ടീസുമായിട്ട് സഹകരിച്ച് പോകാനേ പറ്റില്ല. ഞാനോ നിന്നെ സഹിക്കുന്നു, ബാക്കിയുള്ളവരെ കൂടെ ഉപദ്രവിക്കണോ? നീ ആരെ കിടന്ന് തുള്ളാൻ? നിന്റെ ചേട്ടൻ. ഓ പിന്നെ എന്താടാ, 3.5 മിനിറ്റ് ആണെങ്കിലും ഞാനാ ചേട്ടൻ. നീ അത് മറക്കുന്നു. സാരമില്ല, ഞാനത് ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓർമ്മിപ്പിച്ച് തരാം. അന്നേ ഞാൻ പറഞ്ഞതാ വീട് ബാച്ചുലേഴ്സിന് കൊടുക്കണ്ടെന്ന്. വല്ല ഫാമിലി ആയിരുന്നെങ്കിൽ ഈ വക ശല്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരു ഫാമിലി ഇங்க கொஞ்ச நாள் இருந்ததானே, എന്നിട്ട് എന്നാச்சு? ഉങ്ക വായനോട്ട സഹിക്കാതാനേ അവര് പോനത്. വസു, നീ വെറുതെ വഴക്കിന് വഴി ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു ദിവസമാണ്. அப்படியானா சீக்கிரம் போய் குளிச்சிருங்க. இன்னைக்கு கொஞ்சம் ஏர்லியரா ஆபீஸ் போயிடலாம். ഞാനിന്ന് ലീവാ. எனக்கு தெரியும், அந்த சுமதி குட்டியை பாக்குறதுக்கு தானே. വസു, 2000 പറഞ്ഞ നീ എന്റെ തനി സ്വരൂപം കാണും. அந்த ரூபனன் டெய்லி பார்த்துட்டு தானே இருக்குது. എടി പട്ടത്തി പിശാചേ, നീ என்ன சொன்ன? நான் பிசாசா? ஐயோ கடவுளே, நான் என்னமெல்லாம் கேட்க வேண்டி இருக்கு. மேல இருந்து நீ இதெல்லாம் பார்க்கவில்லையா? പറഞ്ഞു മനസ്സിലാവില്ല. കഴിച്ചേ. എനിക്ക് വേണ്ട. ഈ ക്യാപ്സൂളൊക്കെ വിഴുങ്ങി വിഴുങ്ങി നാവിന്റെ രുചി പോലും നഷ്ടപ്പെട്ടു. പ്രഷറും ഷുഗറും അതും ഇതും ഒക്കെ ബാധിച്ചിരിക്കുന്ന ആൻഡ്രൂസിന്റെ ദേഹത്തിന് മരുന്നും മന്ത്രവും ഇല്ലാതെ എഴുന്നേറ്റിരിക്കാനാവോ? ദേ പെണങ്ങാതെ ഇതൊന്ന് കഴിച്ചേ. കഴിച്ചേ. പിന്നെ റോസി കുഞ്ഞിന് പനിയാ. എപ്പോഴെങ്കിലും അവൻ ഫോൺ ചെയ്താൽ എന്നെ ഒന്ന് വിളിച്ചേക്കണം. ഞാൻ ഉറങ്ങാതെ കിടക്കാം. ഇന്നിനി ഫോൺ വരില്ല അങ്കിൾ, നേരെ ഒത്തിരിയായി. ഇങ്ങനെ ഉറക്കവിടെ ചിരുന്ന ഇനിയും തലച്ചുറ്റിൽ വരൂ കേട്ടോ. ഉറങ്ങിക്കോ. ഈശ്വരാ, കാത്തുരക്ഷിക്കണേ ദൈവമേ. നിനക്ക് ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ വയറിന് അസുഖമുണ്ടാകും എന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ അരിയും മറ്റു സാമാനങ്ങളും വാങ്ങിവെച്ചിട്ടുണ്ട്. നിനക്ക് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണല്ലേ? ഓ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഓഹ്, ഇവിടെ വച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അത്യാവശ്യമായി MD യോടൊപ്പം ഒരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഓഹോ, കാശും വെച്ചിട്ടുണ്ടോ? അവന്റെ ഒരു കോൺഫറൻസ്. പോയി നിന്റെ അമ്മായി അമ്മയോട് പറയടാ തെണ്ടി. ഞാൻ കോളേജിൽ പോയിട്ട് വരണേ. ബൈ. മാർക്കറ്റിലോട്ടായിരിക്കും അല്ലേ? അല്ല, കോളേജിലേക്കാ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാന് മാർക്കറ്റിലോട്ടാ വരുന്ന. അല്ല, മാർക്കറ്റിൽ സാധാരണ പോകാറില്ലേ? അതൊന്നുമല്ല. മാർക്കറ്റിലേക്ക് ബസ് ഉണ്ടോ? മാർക്കറ്റ് ഇവിടെ അടുത്താ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അല്ല, അപ്പൊ ഈ ബസ്സിൽ പോകാവുന്ന ദൂരമുള്ള മാർക്കറ്റ് ഒന്നും ഇല്ല ഇവിടെ അടുത്ത്? ഇല്ല. അതൊന്നും ഇല്ലാത്ത ഈ നാട് തീരെ ഡെവലപ്പ് ആയിട്ടില്ല. അതെല്ലാം പാക്ക് ചെയ്തേക്ക്. ചേട്ടാ, ജ്യൂസ് കുടിക്കുന്ന നല്ല പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ചുമ്മാ കുടിക്കുന്നത് 2 പൈനാപ്പിൾ ജ്യൂസ്.
16 രൂപ. എത്ര? 16. പേഴ്സ്, എന്റെ പേഴ്സ് ഇവിടെ എവിടെയോ. ചേട്ടാ, എന്റെ പേഴ്സ് കണ്ടായിരുന്ന? എന്തോന്ന്? ഈ പോക്കറ്റിൽ ഇട്ടിരുന്ന പേഴ്സ് കാണുന്നില്ല ഇപ്പൊ. അങ്ങനെ പേഴ്സ് മര്യാദക്ക് പൈസ വെച്ചിട്ട് കളിക്കുന്ന സാധനം മാറ്റി വെച്ചിട്ട് കളിക്കാൻ. കള്ളം പറയുന്നല്ല, പേഴ്സ് ഉണ്ടായിരുന്നത് ഇവിടെ ഈ പോക്കറ്റിൽ ഇട്ടിരുന്ന. എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു. എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു. പോക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. അതെ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഞാൻ കള്ളം പറയുന്നതല്ല. നിങ്ങൾ പോലീസിനെ വിളിക്കൂ. കംപ്ലൈന്റ് കൊടുക്കാം, ഞാൻ കംപ്ലൈന്റ് കൊടുക്കാം. ഈ പോക്കറ്റിൽ ഇട്ടിരുന്നത് ഞാൻ. അല്ലെങ്കിൽ ചേട്ടാ, ഞാനേ അവർക്ക് ആ ചേട്ടന് ഞാൻ ജ്യൂസ് വരെ മാറ്റി കൊടുത്തതാ. പറ്റിച്ചതല്ല, പേഴ്സ് പോയി. ഭാസ്കര, ഏയ് ഭാസ്കര, ഭാസ്കര. എന്നെയല്ല, അയാളല്ല, ആ മഞ്ഞ ഷർട്ടാ, അതാ ഭാസ്കരൻ. ഭാസ്കര, പോകരുത്. ഭാസ്കര, വീണ്ടും ഓടുന്നു. നിക്കടാ. അയ്യോ, ഇതെന്റെ പേഴ്സല്ല. ഇവനല്ല പോക്കറ്റ് എടുക്കാരൻ. ഇതെന്റെ ഫ്രണ്ടാ ഭാസ്കരൻ, ബോളി ഭാസ്കരൻ, ഫുട്ബോൾ ചാമ്പ്യൻ ഭാസ്കരൻ. ഇത് അവന്റെ സ്വന്തം പേഴ്സ്. ഭാസ്കര, ഞാനാ ജയകൃഷ്ണൻ. നീയോ? എടാ, നീ എന്തിനാ വെറുതെ ഓടിയത്? നീ ഓടിച്ചല്ലേ? ഞാൻ ഓടിച്ചതല്ല, നീ ഓടിയതല്ലേ? നല്ലൊരു ഫുട്ബോൾ ഗോളിയായിരുന്ന നീ എങ്ങനെയാടാ ഒരു ബാർബറായി മാറിയത്? ഗോളി ആയാലെന്താ, ബാർബർ ആയാലെന്താ, കൈ കാശുണ്ടെങ്കിലേ ഈ കാലത്തൊരു വിലയുള്ളൂ. അത് ശരിയാ, കൈ കാശില്ലെങ്കിൽ കാൽ കാശിന് കൊള്ളില്ല. അല്ല, ഈ കട നിന്റെ സ്വന്തമാണോ? സ്വന്തമാണോന്ന് ചോദിച്ചാ അല്ല, അല്ലേന്ന് ചോദിച്ചാ ആണും താനും. അതാണ് അതിന്റെ ഒരു കിടപ്പ്. എന്നാ നീ ബാക്കി വെട്ടിപ്പടി. വാ, നമുക്കൊരു ചായ കുടിക്കാം. ആ ചെറുക്കന്റെ അച്ഛന്റെ ഈ കട ഞാനിവിടെ ചിങ്കിടിയായിട്ട് കൂടിയതായിരുന്നു. നമ്മളെ നല്ല സമയം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ദിവസം രാവിലെ കട തുറക്കാൻ വന്ന അയാളെ വണ്ടി ഇടിച്ച് കിടപ്പിലുമായി. അതോടെ നമ്മളാണ് ഇതിന്റെ ഇപ്പൊ ഓൾ ഇൻ ഓൾ. എന്തായാലും നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. അപ്പൊ നിനക്ക് ഒരുപാട് VIP കളെ പരിചയം കാണുമല്ലേ? പിന്നെ എന്റെ മുന്നിൽ തലവലിക്കാത്ത ഏത് VIP സിറ്റിയിലുള്ളത്? ഭാസ്കര, അതെ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരൂ. ഒരു ജോലി എനിക്ക് നീ ശരിയാക്കി തരൂ. ചെറിയ ജോലി ആയാലും മതി. ഞാനിപ്പോ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, അതുകൊണ്ടാ. പറ്റില്ല എന്ന് പറയരുത്. നോക്കാം, ഒപ്പിക്കാം. പക്ഷേ എന്റെ റേഞ്ച് നീ കണ്ടല്ലോ. ഇതിനകത്ത് നിന്ന് ഒപ്പിക്കാവുന്ന രീതിയിൽ ഒപ്പിക്കാം. അത് മതി. സത്യം പറയാമല്ലോ, കുറെ വർഷങ്ങളായി ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നതാ. പക്ഷെ ഇത്തവണ ആഘോഷിക്കാമെന്ന് വെച്ചടോ. എല്ലാം ഞങ്ങളുടെ അമ്മുമോള് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. ആ പിന്നെ ഇന്ന് ഞാനും സാറയും വിവാഹിതരായിട്ട് നീണ്ട 35 വർഷങ്ങൾ തികയുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായി താൻ മാത്രമേ ഉള്ളൂ. ഇന്നെങ്കിലും വായ്ക്ക് രുചിയായി നല്ല ആഹാരം കഴിക്കാലോ. കഴിക്കടോ. ഇത്തവണ നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ പട്ടിണിയും പരിവട്ടമൊക്കെ പറഞ്ഞ് വേണ്ടപ്പെട്ട ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പോ പുള്ളിയുടെ മേൽനോട്ടത്തിലാ 4 നേരം ശാപ്പാട്. ഉപ്പും മുളകും ഒക്കെ ചേർത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. വലിയ കറിവെപ്പുകാരനാ പുള്ളിയുടെ ഭാവം. അച്ഛനില്ലേ? ഇല്ല. അച്ഛനുള്ളപ്പോ വരാം. ആരാ? ഇപ്പൊ വന്ന ആളാ. എന്ത് വേണം? അമ്മയില്ലേ? ഇല്ല. എവിടെ പോയതാ? ഓഫീസിൽ പോയി. എന്താ ചോദിക്കുക?
എന്താണെന്നറിയോ, ഈ കറിയില്ലേ, ചോറിന്റെ കറി. എന്താ ഇന്ന് കറിയൊന്നും വെച്ചില്ലേ? അല്ല, കറിയൊക്കെ കഴിച്ചു, പക്ഷെ കറിവേപ്പില ഇട്ടില്ലായിരുന്നു. കറിവേപ്പില ഓ. ഉണ്ടോ? ഇതിനാണോ അച്ഛനും അമ്മയൊക്കെ തിരക്കിയത്? എന്നോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ അത് പറയാൻ പറ്റിയില്ല. എന്താ ഇത്? ഇതാണ് കറിവേപ്പില. ഓഹോ, ഇതാണോ കറിവേപ്പില? അതെ, സോറി കേട്ടോ, അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് കറിവേപ്പില ചോദിച്ചാൽ സിസ്റ്റർ തെറ്റിദ്ധരിക്കല്ലേ. കേറി വാ, കേറി വാ. തിന്നാൻ നേരമാകുമ്പോ എവിടെന്നെങ്കിലും കേറി വരും തെണ്ടി. ഇവിടെ പോന്ന്, കേറി വാടാ, കേറി വാടാ പട്ടി. ഇത്രയും നേരം എവിടെ തെണ്ടാൻ പോയിരുന്നു? ചോദിച്ച കേട്ടില്ലടാ പുല്ലേ. ചേട്ടനായിരുന്ന ഞാൻ വിചാരിച്ച് വിജയനായിരിക്കും. അതുകൊണ്ട് ചേട്ടാ ഇരിക്കി. ഞാൻ കുറച്ച് ഈ വൈറ്റമിൻസ് ഉള്ള ഫുഡ്, ഇങ്ങനെ മീന്, മുട്ട, പാല്, ഇതെല്ലാം കൂടി കഴിച്ച് ഈ ബോഡിയുടെ ഹെൽത്ത് ഒക്കെ ഒന്ന്. അപ്പോഴാണ് ചേട്ടൻ കയറി വന്നതും ഞാൻ വിജയനാന്ന്. കുറച്ചു ദിവസം ഇറച്ചി മീനും കഴിക്കാതായപ്പോ നിന്റെ കാര്യം ഇങ്ങനെ. അപ്പൊ കഴിഞ്ഞ 20 വർഷമായി ഈ ദുരിതം അനുഭവിക്കുന്ന എന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കപ്പാ. ഇതെന്താ? പാല് ഇതെടുത്തങ്ങ് ഒഴിച്ചേടാ. അയ്യോ, ഞാൻ ഈ സ്മാളൊന്നും കഴിക്കില്ല, പാല് മാത്രമേ കുടിക്കൂ. ഒരു പട്ടത്തിയെ പ്രേമിച്ച് കെട്ടിയപ്പം ഇതുപോലൊരു ഗുലുമാലം ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. Cheers. വായിച്ച വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. എങ്ങനെയുണ്ട്? ഒന്ന്. എന്റെ അമ്മ, എങ്ങനെയുണ്ട്? നിന്റെ ഈ സൈസ് തമാശ എനിക്ക് തീരെ ഇഷ്ടമല്ല. ആവശ്യമില്ല. എന്നെ കുറിച്ച് നീ എന്താണ് വിചാരിച്ചത്? ഒന്നും വിചാരിച്ചില്ല. നിവൃത്തികേട് കൊണ്ട് ഞാൻ നിന്നോടൊരു സഹായം ചോദിച്ചപ്പോ നീ പഠിപ്പുര വീട്ടിലെ ഞാൻ തോട്ടപ്പണിക്കല്ലേ? ചെയ്താലെന്താ? ഞാൻ ആരാന്ന് നിനക്കറിയാം? നിനക്കറിയില്ല, ഞാൻ എങ്ങനെ അറിയും? എന്റെ കുടുംബം ഏതാണെന്ന് അറിയാം. എനിക്കറിയോ. എടാ, എന്റെ റേഞ്ചിനകത്ത് നിന്ന് നിന്നെ ഞാൻ സഹായിക്കാൻ നോക്കിയതല്ലേ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എടാ, നിന്റെ അച്ഛനെ പോലെ നിനക്ക് ഒരു പോലീസ് ഓഫീസർ ആവണ്ടല്ലേ ഭാവിയില്? ആ സമയത്ത് കള്ളനായിട്ടും സന്യാസിയായിട്ടും പത്രക്കാരനായിട്ടും പിച്ചക്കാരനായിട്ടും വേഷം കിട്ടുന്ന ആര് വരില്ലേ? ആ, നീ എന്തെത്ര ആലോചിക്കണേ? ചെറിയൊരു ആൾമാറാട്ടം, അത്രേ ഉള്ളൂ. ആവശ്യത്തിന് കാശും കിട്ടും, നല്ലൊരു എക്സ്പീരിയൻസോ. എത്രയായി? ഇത് വെച്ചോ. എന്താണ് ആളെ പഠിപ്പിച്ചു? സോറി, ഞാൻ എന്ത് ചെയ്തു? ക്ഷമിക്കണം സാർ. എന്താ കാര്യം? 5 അടി 5 ഇഞ്ച് ഉയരം, നല്ല ചുവന്ന കണ്ണുകൾ, കരിവീട്ടി കടഞ്ഞതുപോലുള്ള ബോഡി, ആരെയും മയക്കുന്ന സ്വീറ്റ് സ്മൈൽ, താടിയും മുടിയും നരച്ച ഒരു ഉഗ്രൻ കത്തിവേഷം. ഇത്രയൊക്കെ പോരെ സാർ ഒരു തൊട്ടിക്ക്? തൊട്ടിയോ? തൊട്ടിയല്ല, തോട്ടപ്പണി. തോട്ടിയായാലും തോട്ടപ്പണി ആയാലും കാര്യം പറടോ. പറയാ. മാരിച്ചാമി, നമ്മൾ അയ്യാവിടെ മനസ്സ് ബോംബെ മിഠായി പോലെ അലിഞ്ചു പോച്ചടാ. വാങ്ങടാ, വാങ്ങ. പാണ്ടിയാണല്ലേ? പാണ്ഡ്യല്ല സാർ, തമിഴനാ. ആമാ. ഇക്കാലത്തൊരു തമിഴിനെയൊക്കെ വിശ്വസിക്കാമെന്ന് വെച്ചാ? തമിഴനെ വിശ്വസിക്കണ്ട,
മലയാളിയും സൽസ്വഭാവിയുമായ എന്നെ വിശ്വസിക്കാമല്ലോ. തന്നെയാണ് എനിക്ക് തീരെ വിശ്വാസമില്ലാത്തത്. പക്ഷെ ഈ പാണ്ഡ്യയുടെ കാര്യത്തിൽ അല്ല, ഈ അണ്ണാച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുന്നു. സാറിന്റെ ഭാര്യയെക്കാളേറെ വിശ്വസിക്കാം. തൽക്കാലം ഇവനെ ഞാൻ പണിക്ക് നിർത്താം. പക്ഷെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അയ്യാ എന്നാ சொல்ற കൊഞ്ചം കണ്ടീഷൻകൾ ഇരിക്കരുത്. തോട്ടപ്പണിക്ക് മാത്രമായി എനിക്കൊരാൾ ആവശ്യമില്ല. അത്യാവശ്യം മാർക്കറ്റിൽ പോകണം, ടെലിഫോൺ ബില്ലടയ്ക്കണം, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. എല്ലാത്തിനും കൂടെ മാസം 2000 രൂപ ശമ്പളം തരും. സമ്മതം ഇരിക്കാങ്കളാ? മതി. ചതിയും വഞ്ചനയുമാണ് ഉദ്ദേശമെങ്കിൽ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോ കിട്ടിയ പഴയൊരു തോക്കുണ്ട് വീട്ടിൽ. രണ്ടിനെയും വെടിവെച്ച് കൊല്ലും. ബി കെയർഫുൾ. എടാ ഭാസ്കര, ഇയാളടുത്ത് പണിക്ക് നിന്നാൽ അതെനിക്കൊരു പണിയാകും. എനിക്കും അങ്ങനെയാ തോന്നണത്. പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്നോട് പിണക്കമായിരിക്കും അല്ലേ? കത്തെഴുതുന്ന കാര്യത്തിൽ പണ്ടേ ഞാനൊരു മടിയനല്ലേ? എനിക്കിവിടെ നല്ല വിശേഷങ്ങളാണ്. തൽക്കാലം എനിക്കൊരു ചെറിയ ജോലി ഇവിടെ ശരിയായിട്ടുണ്ട്. ഞാനും വിജയനും ഇപ്പോഴും ചില കുസൃതികളൊക്കെ ഒപ്പിക്കാറുണ്ട്. അമ്മ ദേഷ്യം പിടിക്കണ്ട, വെറുതെ ചില തമാശകൾ, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തായാലും സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുന്നത് വരെ ഈ വേഷം കെട്ടലുകൾ തുടരുകയേ എനിക്ക് നിവൃത്തിയുള്ളൂ. ഇവനെന്താ ഇവിടെ കാര്യം? പിടിക്കപ്പെട്ടാൽ മാനവും പോവും, ജോലിയും പോവും. എന്റെ ഭഗവതി, പിടിക്കപ്പെടല്ലേ. அண்ணாச்சி என்ன சார்? ഈ ലോറിയിൽ വന്നിരിക്കുന്നത് யாரான்னு தெரியுமா? தெரியாதையா, யாரோ வந்திருக்கு, அது மட்டும்தான். தம்பி யாரு? പോയോ? എന്റെ ഭഗവതി, എന്താ കൊള്ളയോ? ആക്രമിക്കോ? എന്തായി കാണിക്കുന്നെന്ന് അവിടെ നിൽക്കാൻ എന്ത് തോന്നിയാസത്? നിങ്ങളൊരു പ്രായമുള്ള മനുഷ്യനല്ലേ? അവളെ വിട്ടുതരാൻ പറയണോ നിങ്ങൾ ശിങ്കിടിയോട്? അനാവശ്യം കാണിക്കുന്നു.
என்ன சார் இது? என்ன தம்பி? நில்லு தம்பி. என்ன இந்த கலாட்டு? நில்லு. നാസറേ, തടയാൻ ആളുള്ളപ്പോ എതിർക്കരുത്. കണ്ണിയും കാട്ടേക്ക് അവൾ എപ്പോഴെങ്കിലും തിരിച്ചെത്തിക്കൊള്ളും. വാ. വിജയകൃഷ്ണൻ അറിയോ? എവിടെ നിന്നൊക്കെയോ ഒരിത്തിരി സ്നേഹവിഗ്രഹപ്പഴക്കാരിയെ തേടിയെത്തിയപ്പോ അതും ഭാഗ്യമാണെന്ന് കരുതി. വിജയനോട് പറയാത്തതായി പലതും ഉണ്ട്. ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചറിയാൻ തലവരെയുള്ള തത്തമംഗലത്തെ ഇരുള് വീണ പഴയൊരു നായർ തറവാട്ടിൽ ജീവിതം ഗതിമുട്ടി നിന്നപ്പോ കൂടപ്പുറപ്പുകളെ മറന്ന് കുഞ്ഞുലക്ഷ്മി എന്ന പാവം സ്ത്രീ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചരക്കെടുക്കാൻ നാട്ടിലെത്തുന്ന ഒരു ലോറി ഡ്രൈവറെ പ്രണയിച്ചു പോയതിൽ എന്താ തെറ്റ്? അയാൾ നല്ലവനായിരുന്നു. നാട്ടിൽ പിഴച്ചവിടുന്ന് മുദ്ര കുത്തപ്പെട്ട കുഞ്ഞുലക്ഷ്മിയെ അയാൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. ആ കുഞ്ഞുലക്ഷ്മിയാ എന്റെ അമ്മ. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ സ്നേഹം പ്രളയം പോലെ വന്ന് മൂടിയ നാളുകൾ. ഇടുങ്ങിയ വാടക വീട്ടിലെ പ്രാരാബ്ദങ്ങളൊന്നും അറിയാതെ ഞാനും ഉണ്ണേട്ടനും വളർന്നു. ഇതിനിടയിൽ തന്റെ ജീവന്റെ ഭാഗമായിരുന്ന ആ പഴയ ലോറി ഏറെ ബുദ്ധിമുട്ടിയാണെങ്കിലും അപ്പൻ സ്വന്തമാക്കിയിരുന്നു. ഒരിക്കൽ കൊല്ലൂർക്ക് പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റിൽപ്പെട്ട് ആ തണുത്ത പ്രഭാതം ഇപ്പോഴും മനസ്സിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അപ്പന്റെ മൂടിക്കെട്ടിയ ശരീരത്തിന് മുന്നിൽ അമ്മ ജീവച്ചമായിട്ടിരിക്കുന്ന കാഴ്ച. വണ്ടിപ്പണിക്ക് അപ്പന് തുണ പോയിരുന്ന ഉപ്പ മാത്രം ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു. അപകടത്തിൽ ഒടിവും ചതവും ഏറ്റ അയാളുടെ ശരീരത്തിന് പരസഹായം വേണ്ടി വന്നപ്പോ കൂടെ ഇന്ന് പരിചരിച്ചത് അമ്മയാണ്. ഒടുവിൽ തന്റെ കുട്ടികളെ വളർത്തിയെടുക്കാൻ ആ സ്ത്രീക്ക് അയാളെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നു. സ്നേഹസമ്പന്നമായ കുറെ നാളുകൾക്ക് ശേഷം ഒരിക്കലൊരു കൂട്ടിക്കൊടുപ്പുകാരന്റെ വേഷത്തിൽ അയാൾ അമ്മയെ സമീപിച്ചു. അമ്മയെ തല്ലുന്നത് കണ്ട് ഉറക്കം നിലവിളിക്കുന്ന ഞങ്ങളെ ഇരുട്ടുമുറിയിലേക്ക് അയാൾ തള്ളിയിടും. ഒരുപാട് കരഞ്ഞ് തൊണ്ട വരണമ്പോ ഇരുട്ടിലൂടെ മെല്ലെ ഇഴഞ്ഞു നിന്ന് അമ്മ ഞങ്ങളെ ആശ്വസിപ്പിക്കും. അയാൾ കാണാതെ അഴികളിലൂടെ മുഖം ചേർത്ത് കരയരുതെന്ന് അപേക്ഷിക്കും. അന്ന് ഉപ്പയുടെ ആളുകൾ എന്നെ ബലമായി തട്ടിയെടുത്തുകൊണ്ട് വരുമ്പോഴാ ഭാഗ്യത്തിന് നിങ്ങൾ. അയാൾ വീണ്ടും വന്നിരിക്കുന്നു. അച്ഛന്റെ ഹൃദയമായിരുന്ന പഴയ ലോറിയിൽ എന്നെ കൊണ്ടുപോയി. ഏട്ടാ, നമ്മൾ രണ്ടാളും വലിയ വാശിക്കാരായി പോയി. എങ്കിലും ഇങ്ങനെ പിണങ്ങി ഇണങ്ങിയും കഴിയുന്നത് ഒരു സുഖം തന്നെയാണ്. പരസ്പരം ഒരുപാട് അടുത്തു പോയവർക്ക് ഇങ്ങനെയൊക്കെ ആവാൻ കഴിയൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? എന്താ? ആരാ അവള്? ആര്? മേജറുടെ വീട്ടിലെ ആ പെൺകുട്ടി. അവളോ? അവളെ ഏട്ടൻ എങ്ങനെ അറിയാം? അത് അറിയാം, അത്രേ ഉള്ളൂ. ഏട്ടനും എന്തൊക്കെയോ മറച്ചു വെക്കാണ്. ഏയ് ഒന്നുമില്ലടാ. നീ അറിയാതെ ഞാനും ചില വേഷങ്ങളൊക്കെ കിട്ടി. വെറുതെ ഇരുന്നപ്പോ തോന്നി ഒരു രസം, ഒരുതരം ഭ്രാന്ത്. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മേജറുടെ വീട്ടിൽ നീ കണ്ട ആ തമിഴിൽ അണ്ണാച്ചില്ലേ? ആ, അത് ഞാനാടാ. നിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ചിലവുകളൊക്കെ നോക്കി നടത്താൻ നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനിടയിൽ ഞാനും കൂടി ഒരു ഭാരമായിട്ട് ഇങ്ങനെ. ആരാ അവള്? അവളോ? അവൾ അമ്മു. പാവണേട്ടാ, ആരുമില്ലാത്തവളാ. ഒരിക്കലും നീ എന്താ ഇതുവരെ ഒന്നും എന്നോട് പറയുന്നത്? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും അവൾ അവിടെ നിർത്തുന്നത് ശരിയല്ല. നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. ഇല്ലടാ, ഞാനാ പറയുന്നത്. ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടു വാ. എന്താടാ? ഒരു പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ച ഏട്ടൻ അമ്മൂനെ കൈവിടരുത്. ഹലോ, അതെ.
ആ കിടക്കുന്ന 3 കൂടി ബാക്കി. അതും കൂടി വെട്ടിട്ടേച്ച് പോരടേ. അതെങ്ങനെയാ 3 തേങ്ങ കൊടുത്തൊരു മാങ്ങ കിട്ടും. അതാ കാലം. എന്തോന്ന് കേറ്റോടെ ഇത്. അല്ല അറിയാണ്ട് ചോദിക്കുക. നീ വന്നേ ചോദിക്കട്ടെ. അത് വിളഞ്ഞില്ല മുതലാളി. അതെ എന്താ പഠിപ്പുര വീട്ടിലെ വിശേഷം. ഓ മരണവും പുലവുളിയൊക്കെ കഴിഞ്ഞില്ല. പിന്നെ എന്തോന്ന് വിശേഷം? വിശേഷമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടതാ. പഠിപ്പുര വീടിന്റെ വടക്കേ ജനാലയിൽ അവൾ പനങ്കുല പോലെ മുടിയും അഴിച്ചിട്ട് മയിൽപ്പീലി കണ്ണുകളും വിടർത്തി മേലേക്കാവിലെ ഭഗവതിയെ പോലെ അവൾ അങ്ങനെ നിൽക്കുന്നു. എടാ കുഞ്ഞുണ്ണിയെ, കള്ളും കുടിച്ച് 4 കാലേ വന്നപ്പോ ഏതോ മുടി അഴിച്ചിട്ട യക്ഷിയെ കണ്ട് നിന്റെ സമനില തെറ്റിപ്പോയതാ. പേടിക്കണ്ട, വരുന്നുണ്ട്. ഇതെന്തോ ഒരു പറച്ചിലായത്. എന്റെ പ്രധാനിയാണ് സത്യം. കുഞ്ഞുണ്ണി കള്ളം പറയേലേ. ശവത്തിന്റെ ഒപ്പം വന്നതാണ് അവള്. ഇന്ന് 16 കഴിഞ്ഞു. ബന്ധുക്കളൊക്കെ ശാപ്പാട് പഠിച്ച് സ്ഥലവും വിട്ടു. പക്ഷേ ഇവള് മാത്രം എന്തിനാ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? അപ്പോ ഇത് സംഗതി വേറെയാ. അവൻ ഇവളെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാ. ആര്? ആ ജയകൃഷ്ണൻ. അല്ലാണ്ട് ആര്? ഏട്ടത്തിക്ക് എന്താ ഒരു വല്ലായ്മ? ദേഹത്തിന് എന്തോ ഒരു സുഖക്കുറവ്. അല്പനേരം ഒന്ന് മയങ്ങട്ടെ. നീ വിഷമിക്കണ്ട, ഉറങ്ങി എഴുന്നേറ്റാ മാറാവുന്നതേ ഉള്ളൂ. എനിക്കറിയാം ഏട്ടത്തി കരയാൻ ഭാവിക്കുകയാണ്. കുറച്ചു ദിവസമായില്ലേ ഈ കരച്ചിലും പിഴിച്ചിലും. വിജയന് ഇവിടം വിട്ട് പോവാൻ കഴിയോ? കുഴപ്പമില്ലേ അവൻ? പഴയതുപോലെ അവനിപ്പോഴും വീട്ടിൽ വരാണ്ട് പട്ടണത്തിൽ എവിടെയെങ്കിലും ചുറ്റിത്തിരിയുന്നുണ്ടാവും അല്ലേ ഏട്ടത്തി? ഇന്ന് ഞാൻ അവന്റെ പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അലക്കാൻ കൊടുത്തു. അതെങ്കിലും വെടിപ്പായും ഭംഗിയായിരുന്നോട്ടെ. ആ ചില്ലലമാരെ ഒക്കെ സൂക്ഷിച്ചു വെക്കാലോ. അവൻ ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങളെങ്കിലും ചിതലുകൾക്ക് വിട്ടുകൊടുക്കരുത്. കണ്ടില്ലേ, മുത്തശ്ശിക്ക് ഇവിടെ മടുത്തുപോയി. ഓരോരുത്തരെയും നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും പൊയ്ക്കോട്ടെ. ഒടുവിൽ ഈ പഴകി ദ്രവിച്ച വീടിനുള്ളിൽ ആരും ഇല്ലാണ്ടാവും. അമ്മ എന്താന്നും മിണ്ടാത്തെ? വിഷമമായോ ഉണ്ണിയേട്ടന്റെ കാര്യം ഓർത്ത്? എനിക്കറിയാം, ഏട്ടന്റെ ഉള്ളിൽ തീയ. ഓരോ ദിവസം കഴിയും തോറും ഈ പാവാടക്കാരി പെണ്ണ് ഏട്ടനെ ഭയപ്പെടുത്തുന്നു. ഇപ്പോ നിങ്ങളെയും. ഈ നഴികൾക്ക് പിന്നിലൂടെ ഏട്ടന്റെ മുഖം ഞാൻ കണ്ടു. കടലാസ് പോലെ വിളറി വെളുത്ത് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ. പക്ഷേ വാർഡൻ ദയോടെ കൽപ്പിച്ചെന്ന നിമിഷങ്ങൾ വളരെ വേഗം തീരുമ്പോ ഒന്നും പറയാതെ ജയിലറയിലെ കനത്ത ഇരുട്ടിലേക്ക് ഏട്ടൻ മടങ്ങിപ്പോയി. അമ്മുവിന് വിജയൻ ഇഷ്ടമായിരുന്നോ? ഇഷ്ടായിരുന്നു, എന്റെ ഏട്ടനെ പോലെ. എപ്പോഴും പറയും ഒരു കർണികാര ഭവനത്തെ കുറിച്ച്. അവിടെ വഴക്ക് പറയാനൊരു അമ്മയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു അമ്മായിയും, പിണങ്ങുമ്പോ കോമരം പോലെ പറയുന്ന ഏട്ടനും, മുമ്പും പാലും മുളയ്ക്കാത്ത മായാവികളായ കുട്ടനും ആളും. പിന്നെ ഈ കാവും തൊടിയൊക്കെ ഏറെ ഇഷ്ടത്തോടെ സംസാരിച്ചിരുന്നു വിജയൻ. ഈ ചുറ്റുവട്ടത്തെങ്ങോ അവനുണ്ട്. എന്നെ ഒരുതരം മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അമ്മ വിഷമിക്കരുത്. കുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ വാസുവിന്റെ ഷാപ്പില് ഇപ്പൊ ഉശിരൻ ചർച്ചയാ. ഷാപ്പിന്ന് വളരെ വേഗം തന്നെ അത് കെട്ടിയോളുമാരുടെ ചെവിയിലെത്തും. പിന്നെ നാട് മുഴുവൻ പരക്കാൻ അധിക നേരം വേണോ? ഇങ്ങനെ മനപ്പായസം ഉണ്ണാതെ എന്റെ കുഞ്ഞു. ഒടുവിൽ കാര്യമായിട്ടൊന്നും നടക്കാതെ വരുമ്പോ നിന്റെ ഈ അരവട്ട് മുഴുവട്ടായിട്ട് മാറും. നിങ്ങൾ പോലീസുകാർക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തുകൂടെ? അതെങ്ങനാ വക്കീൽ സാറേ? ഏമാൻ 8 മൂത്ത് SI ആയതല്ലേ. തലപ്പത്തിരിക്കുന്നവരുടെ തെറിവിളി കേട്ട് ചെവി രണ്ടും പൊട്ടിപ്പോയ കക്ഷിയാ. ഇനി ഞാനൊന്ന് പറഞ്ഞു നോക്കിയാ കേക്കുവോ എന്തോ. ഒരു കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുക്ക്. അവനെ കുറിക്കുന്നേരം ഞാൻ ഏറ്റു. ചുമ്മായിരുന്നാരെ സാറേ, കംപ്ലൈന്റ് കണക്കാനുള്ള കാര്യമല്ലോ ഉണ്ട് പറയാനുള്ളതിന്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയല്ലേ, നിയമപരമായ വഴി തേടാവുന്നേ ഉള്ളൂ. അവനവളെ ബലമായി തട്ടിക്കൊണ്ടുവന്നാണെന്ന് ഒരു കേസങ്ങ് ചാർജ് ചെയ്താ പോരെ? അത് ശരിയാ.
ഇതുവരെ ആരും തിരക്കി വരാത്ത സ്ഥിതിക്ക് നാട്ടുകാരെങ്ങാനും നേരിട്ട് ഇടപെട്ടാൽ കുഴയുമെന്ന എന്റെ പേടി. പെണ്ണി സ്വന്തം ഇഷ്ടപ്രകാരല്ലേ അവനോട് പൊളിച്ചോടി വന്നിരിക്കുന്നത്. അത് നേരാ. അവളുടെ മൊഴി നമുക്കെതിരായാൽ സംഗതി കുഴയും. എടോ, ഇതൊക്കെ ആലോചിച്ച് തല കറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടല്ല തനിക്കൊക്കെ ഞാൻ കള്ളു വാങ്ങി തന്നത്. തൽക്കാലം നിങ്ങൾ ആരും ഇതിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടാ. അവനെ കുരുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ മാർത്താണ്ഡൻ അറിയാം. പടിപ്പറ വീടിനോട് എന്താണ് ഇത്ര വാശി? വാശിയോ? എന്റെ അപ്പനെ പണ്ട് കാട്ടിലായിരുന്നു പണി. ആനക്കൊമ്പ് മോഷണം. കാടിളക്കിയ ഏതോ ഒറ്റയാന്റെ ചവിട്ടേറ്റ് എന്റെ അപ്പൻ വാരിയിൽ തകർന്ന് കിടക്കുമ്പോഴേ ആ തലയുടെ കീഴിൽ നിറയെ പൂത്ത കാശായിരുന്നു. അത് വെച്ച് കളിച്ചിട്ടാണോ ഈ മാർത്താണ്ഡൻ അങ്ങാടിക്കടവിലെ പ്രധാനിയായത്. അന്ന് പടിപ്പുര വീട്ടിലെ നല്ലിയോട് എനിക്ക് തോന്നിയത് വെറും ഒരു കമ്പം മാത്രമായിരുന്നില്ല, നല്ല അസൽ പ്രേമം തന്നെയായിരുന്നു. പെണ്ണ് ചോദിച്ചു ചെന്നപ്പോ പടിപ്പുര വീട്ടുകാരെന്നെ പിടിച്ച് പുറത്താക്കി. അപ്പം മരിക്കുമ്പോ പിന്നെയും 4 ചക്രം ഉണ്ടാക്കാൻ എനിക്ക് ആ പഴയ തൊഴിൽ തന്നെ ചെയ്യേണ്ടി വന്നു. അന്നു മുതൽ തുടങ്ങിയതാണോ ഈ വാശി. ഇപ്പോഴും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതും എനിക്കൊരു വാശിയാ. അന്നെന്നെ പരിഹസിച്ചു വിട്ട് പടിപ്പുര വീടിന്റെ അന്തസ്സും കുലമഹിമയും ഇന്നൊരു പെണ്ണ് കാരണം തകരണം. എന്താ തകരില്ലേ വക്കീലേ? ഇപ്പൊ തനിക്ക് മനസ്സിലായോ? ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? അമ്മായി നാട്ടിൻപുറത്തുകാരിയാ. 8ാം തരം ജയിച്ചപ്പോഴേ പഠിപ്പ് നിർത്തി. അഴിഞ്ഞാട്ടക്കാരികളുടെ ലക്ഷണം അത്രേ പെൺകുട്ടികൾക്ക് ഉദ്യോഗം. പിന്നെ ഏട്ടന്റെ ദുരഭിമാനം. ഇപ്പോഴും ഓർമ്മയുണ്ട് ഏട്ടനോടൊപ്പം ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തത്. അമ്മായിയുടെ ലോകപരിചയം അത്ര തന്നെ. ഈ വീടിന്റെ കിഴക്കേ അതിര് വിട്ടുള്ള ലോകം അമ്മായിക്ക് ഇപ്പോഴും കൗതുക. കേൾക്കുന്നുണ്ടോ നീ? ദിവസങ്ങൾ എത്രയായി. ഇപ്പോഴും പൂശനിലയിൽ പുതപ്പിച്ചു കിടത്തിയ വിജയന്റെ രൂപ മനസ്സിൽ. അതവിടെ ഉള്ളിൽ നിന്ന് വിട്ടു മാറണേയില്ല. എന്നാലും അവന്റെ ചിതയണയും മുമ്പേ നീ ഞങ്ങളുടെ ഉള്ളിൽ മറ്റൊരു നെരിപ്പോട് കൂടി പോച്ചല്ലോ ചെയ്യാ. നീ എന്തുദ്ദേശിച്ച? ഇപ്പൊ തന്നെ ഏഷണിക്കാര് അതും ഇതും പറഞ്ഞു നടക്കുന്നുണ്ട്. എല്ലാവരും ചോദിച്ചും കഴിഞ്ഞു അവൾ ഏതാണെന്ന്. ജയ, നീ അമ്മായിക്ക് ഇപ്പോഴും ആ പഴയ വള്ളിനിക്കറുകാരൻ തന്നെയാ. പേരുദോഷം കേൾപ്പിക്കാൻ വളരെ എളുപ്പാ മോനെ. ഒക്കെ മറന്ന് നീ അവളെ വേഗം വീട്ടിലെത്തിക്കാൻ നോക്ക്. കഴിയില്ല. കഴിയില്ലേ? അപ്പൊ സിന്ദൂരം അണിയിച്ച് അവളിവിടെ കുടിയിരുത്താനാണ് നിന്റെ ഭാവം? അമ്മായി, ഇപ്പൊ അതൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒരു പാവം പെണ്ണ അവളെ വേദനിപ്പിക്കരുത്. ഞാൻ അവളെ എവിടേക്കും പറഞ്ഞുവിടില്ല. നിങ്ങളാരും പേടിക്കണ്ട. അവളെ തിരക്കി ആരും ഈ നാട്ടിലേക്ക് വരില്ല. വരാതിരിക്കട്ടെ. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാനങ്ങളെടുത്തു നടന്നതു മാധുരി സുഗ്രീവ സന്നിധൗ ചൊന്നീടിനാൽ. എന്താ ഇത്? അസലായിട്ടുണ്ട് അമ്മേ. വാക്കുകൾ സ്ഫുടമായും അക്ഷരത്തെറ്റില്ലാതെയും വായിക്കണം, എങ്കിലേ അതിന് ഫലം കിട്ടൂ. ഈ അമ്മയ്ക്ക് ഇതെന്തു പറ്റി? എപ്പോ നോക്കിയാലും മുഖവും കറുപ്പിച്ചിങ്ങനെ. എനിക്കറിയാം അമ്മയുടെ മനസ്സിലിരിപ്പം എന്താന്ന്. ഒക്കെ എന്റെ വിധിയാ. അമ്മയും ഓരോന്ന് ഗണിച്ചെടുത്തിരിക്കുന്നു. ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരുന്നോ? അതെ, സഹിക്കാതാകുമ്പോ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോവും. നിങ്ങളുടെയൊക്കെ മനസ്സമാധാനം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്താ അവിടെ രണ്ടാളും തമ്മിൽ എന്താണാവോ? ഏട്ടത്തിക്ക് കഷായം തിളപ്പിച്ചിട്ടുണ്ട്. ദാ, നീ വെറുതെ ഏട്ടത്തിയോട് വഴക്കിനൊന്നും നിൽക്കണ്ടാട്ടോ. പിണങ്ങിയ കഷായം നിന്നെ കുടിപ്പിക്കും. ഇതിലും ഭേദം കഷായ. എന്തായാലും അമ്മയുടെ കുത്തുവാക്കിന്റെ അത്രയും കയ്പുണ്ടാവില്ലല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഇവന്റെ ഒരു കാര്യം. നിന്റെ മനസ്സിൽ ഏതോ ഭൂതം കൂടിയിരിക്ക. പെണ്ണുരുത്തി വന്നിട്ടുണ്ടല്ലോ, അവള് തന്നെ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ
ഭൂമിയിൽ വീഴുവാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടം ക്രോധം വനദേവതമാരും രാഘവപത്നിയെയും തേരതിലെടുത്തു വെച്ച് ആകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഭഗവാനേ, എന്റെ രാമ, സീതാപഹരണം. കലിയുഗ രാവണൻ പടിപ്പുര വീട്ടിലും വരുമോ? സീതാദേവിയെ തിരഞ്ഞ് ഒന്ന് അധികം 2 സമം 5. ചേച്ചി എഴുതിയത് നോക്കട്ടെ. എന്താ മോളും എഴുതിയേക്കണേ? ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. നീയോടാ? അമ്മുവേ, ആ പുറത്ത് ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. കുട്ടിയുടെ അച്ഛൻ. ഒന്നും പറയാതെ ഇറങ്ങി പോകുന്നതാ ഇവിടത്തെ കൊച്ചനോടൊപ്പം. മണ്ണാറപ്പാറ കൂപ്പിൽ നിന്ന് പണി കഴിഞ്ഞെത്തുമ്പോഴാ വിവരം അറിയുന്നത്. ഒന്നുപോലെ വളർത്തിയതല്ലയോ. കൊച്ചു പോയപ്പോ 4 നാൾ ആശുപത്രി കിടന്നു, ചങ്കിൽ ആദ്യ കയറിയിട്ട്. വണ്ടി ഓടിക്കാൻ ഒരു കൊച്ചനുണ്ട്, ലാസർ. അവനാ ഇത്തിരി കഞ്ഞിവെള്ളം അനത്തി തന്നത്. കെട്ടിയോള് ചത്തിട്ടാണെങ്കിൽ ഇത്തിരി കാലമായി. മഞ്ഞപ്പിത്തമായിരുന്നു. അവളത് കാര്യമാക്കിയില്ല. സൂക്കേട് പഴകിയപ്പോഴാ വൈദ്യരെ കാണിക്കുന്നത്. പക്ഷെ ഫലമുണ്ടായില്ല. വണ്ടിയും വള്ളവും എത്താത്ത കണ്ണിയങ്കാട്ടേക്ക് കയറ്റുകട്ടലിൽ തിരിച്ചെടുക്കേണ്ടി വന്നു അവളുടെ ശവം. വണ്ടിപ്പണിക്ക് ദൂരെയൊക്കെ പോകുമ്പോ കൊച്ചിന്റെ കാര്യം നോക്കുന്നത് അടുത്ത വീട്ടുകാരാ. മൈസൂരിൽ നിന്ന് മേട്ടുപ്പാളയം വരെ വളയം പിടിക്കുമ്പോ ഉള്ളിനൊരു പിടപ്പാ കൊച്ചിനെ കാണാനായിട്ട്. ഒരിക്കൽ മരണവും എന്നെ തൊട്ടൊഴിഞ്ഞു പോയി. അന്ന് അപകടത്തിൽ നഷ്ടപ്പെട്ടത് ആദ്യ ശരീരത്തിന്റെ ജീവനാ. കൈക്കും കാലിനും ആവതില്ലല്ലോ. എപ്പോഴും സഹായത്തിനൊരാള് വേണം. സംഭാരം. കഴിഞ്ഞ ആഴ്ച ആ കൊച്ചിന്റെ എഴുത്ത് വന്ന്. കത്ത് കിട്ടിയ ഉടനെ ധൃതിയിൽ ഇങ്ങോട്ട് പോന്നു. ഇവിടെ അടുത്ത് കൂപ്പിൽ ഇത്തിരി പണിയുണ്ട്. മടങ്ങുമ്പോ കൊച്ചിനെയും കൊണ്ടുപോകണം കണ്ണിയങ്കാട്ടേക്ക്. അവൾക്ക് വിഷമം കാണും അപ്പനോട് പറയാതെ പോകുന്നതിൽ. വഴക്ക് പറയുമെന്ന് പേടിച്ച് കൊച്ചു പാത്തിരിക്കുക. ഇങ്ങോട്ടൊന്ന് വിളിക്ക്, അപ്പൻ അവളെ ഒന്ന് കാണട്ടെ. അവൾക്ക് എന്തു പറ്റി? അച്ഛൻ വന്നെന്ന് കേട്ടാ ഓടി എത്തേണ്ടതല്ലേ. എന്താ കാര്യം ഞാനിന്ന് നോക്കട്ടെ. അമ്മോ, ഇവളിത് എവിടെയാ? അമ്മോ. അട്ടെ, മോനെവിടെ പോയി? ആ, വളം വാങ്ങാൻ കൃഷി ആഫീസിൽ പോയതാ. ഉച്ചയാകുമ്പോഴത്തേക്കും അവനിങ്ങെത്തും. എന്താ കുട്ടിയെ ഇത്? നേരം കുറെ ആയല്ലോ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പൊ വരാം. എന്താണ് കൊച്ചേ, ഞാൻ വരില്ലാന്ന് കരുതിയോ? പട്ടണത്തിലെ വീട്ടുടമസ്ഥനാ നിന്നെ രക്ഷിച്ചവന്റെ മേൽവിലാസം തന്നത്. നീ എന്റെ മോളാണെന്നൊക്കെ വിശ്വസിച്ചിരിക്കുക ഈ വീട്ടിലെ പാവങ്ങൾ. നമ്മുടെ ലാസറേ അപ്പുറത്ത് വണ്ടി ഇട്ടേച്ച് നിൽക്കുക. പാണ്ണക്കെട്ടൊക്കെ എടുത്ത് കൊച്ചു വേഗം പോന്നാട്ടെ. ലാസർ കാത്തു നിൽക്കട്ടെ, ഞാൻ വരില്ല. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. ഈ വീടിന്റെ ഒരു മൂലയ്ക്ക് കിടക്കാൻ ഒരു പായം തലേനേയും കിട്ടിയപ്പോ നീ ഏതാണ്ടൊക്കെ കൊതിച്ചു പോയല്ലോടി. ഇവിടുന്ന് വലിച്ചിറക്കാൻ ആവതില്ലഞ്ഞിട്ടല്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഒച്ചയിട്ടാൽ നാട്ടുകാർ കൂടും. മോളെ വിറ്റ് കാശാക്കാനാണെന്ന് ആൾക്കാരറിഞ്ഞ ആകെ പന്തികേടാകത്തില്ലയോ? അതുകൊണ്ടാ ഇത്തിരി സാവകാശം തരാം. നേരാവണ്ണം ഒന്ന് ആലോചിച്ചു നോക്ക്. സംഗതി പുറത്തു പറയാൻ നിന്നെ കൊണ്ടൊക്കത്തില്ല. കൂപ്പിൽ പണിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ കാണും. കൊച്ചിനെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ. മനസ്സിലായോ? ദാസറേ, എന്തോ വരണേ.
പടിപ്പുര വീട്ടിലെ പുതിയ സംഭവവികാസങ്ങൾ കുഞ്ഞുണ്ണി നാട് നീളെ അറിയിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞ് അങ്ങാടിക്കടവുകാർ മൂക്കത്ത് വിരൽ വെക്കുമ്പോൾ കുഞ്ഞുണ്ണിയും കൂട്ടരും പ്രധാനിയുടെ വീട്ടുമുറ്റത്ത് ശ്രമിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാര്യമാ. ഒരു കൈക്കും കാലിന് എന്തോ കുഴപ്പമുണ്ട്. ഒറ്റയിടയുന്നത് പോലെ ആ നടപ്പ്. പ്രായമായപ്പോ അങ്ങേർക്ക് വന്നൊരു ഗതികേടെ. മൂപ്പരെ പോലെ നടുവൊടിഞ്ഞു പോയ ഒരു ലോറിയും പിന്നെ കൂടെ സഹായത്തിന് ഒരാളുമുണ്ട്. ഈ കിഴവനെ ചുമന്നുകൊണ്ട് നടക്കാനായിരിക്കും അവന്റെ വിധി. പാവം. പടിപ്പുര വീട്ടുകാരുടെ ചങ്കുറ്റം അപാരം തന്നെ. ഒരു കൂസലും ഇല്ലാതെയല്ലേ ആ പെണ്ണിനെ കൂടെ പുറപ്പിച്ചിരിക്കുന്നത്. സാക്ഷാൽ തന്ത വന്ന് വിളിച്ചിട്ടും പെണ്ണിറങ്ങി പോയോ? അതാ ക്ഷേമത്വം. പെണ്ണിനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ ഭൂമി കുരുങ്ങില്ല എന്ന് അവൻ ഏതോ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ തന്തയ്ക്ക് ചുണയില്ലാഞ്ഞിട്ട് നല്ല പുളിവാറ് കൊണ്ട് 4 പെട കൊടുത്തിട്ട് ആ പെണ്ണിനെ വിളിച്ചിറക്കി ഇങ്ങോട്ട് പോരണം. ഇത് ചുമ്മാതെ മനുഷ്യനായിട്ട്. കുഞ്ഞു, അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണല്ലോ പ്രമാണം. ഇവിടെ വീഴേണ്ടത് പടിപ്പുര വീട്ടുകാരാ. പോലീസിനെയും പട്ടാളത്തെയും വിവരം അറിയിച്ചാൽ അയാൾക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടൂ. കിട്ടില്ല. അവിടെയും പ്രധാനി കുഴി കുത്തും. കിഴവന് വേണ്ടത് സ്വന്തം മോളെയാ. പെണ്ണിനെ ഞാൻ വിളിച്ചിറക്കി കൊടുക്കാം. പക്ഷെ അയാൾ എന്നെ തേടി വരണം. വരട്ടെ, വരും. ഇന്ന് വാതിൽ പഴുതിലൂടെ ഞാൻ അവളെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് ഭയന്നു. എന്തുവന്നോ, നാട്ടുകാരെ കൂട്ടി ഉള്ള കാര്യങ്ങളൊക്കെ അവള് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആകെ പിശകാകത്തില്ലോ ലാസറേ. കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറയുമെന്ന് ഉപ്പക്ക് തോന്നുന്നുണ്ടോ? വലിയ ദുരഭിമാനികളാ പടിപ്പുര വീട്ടുകാര്. പെണ്ണ് കുഴപ്പക്കാരിയാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം അവർ പടിക്ക് പുറത്താക്കും. ഒരിക്കൽ കയ്യിൽ നിന്ന് വഴുതി പോയതാ. ഇനിയും അങ്ങനെ സംഭവിച്ചാൽ ഉപ്പയ്ക്ക് അറിയാലോ ചെട്ടിയാരുടെ സ്വഭാവം. ആ അറിയാം. ഇതല്ലാതെ ജീവിക്കാൻ വേറെ പാങ്ങില്ലടോ. ഇത്തിരി കാലമായില്ലയോ ഈ മുതുക്കന്റെ പിന്നാലെ താനും കൂടിയിട്ട്. ഇപ്പോഴത്തെ എന്റെ പാതി ശരീരം താനാണടോ ലാസറേ. ഇന്നാളൊരിക്കൽ കൊച്ചു പറഞ്ഞില്ലായോ, എന്റെ ദുഷിച്ച മനസ്സിന്റെ ഭാഗമാണ് ഈ ലോറിന്ന്. അത് നേരാ. ഇയാൾക്കറിയാവോ, അവളുടെ അപ്പന്റെ മരണം തന്ന കനിവ എനിക്ക് ഈ സമ്പാദ്യം. ഈ ലോറിയുമായി കെട്ടുപിണഞ്ഞു പോയടോ ലാസറേ എന്റെ ഈ പ്രാണൻ. ലാസറേ, താൻ അറിയാത്തൊരു സംഗതിയുണ്ട്. പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഈ ലോറിയെ നമ്മുടെ കൊച്ചിന്റെ വകയാ. ചെട്ടിയാർക്ക് പെണ്ണിനെ കാഴ്ചവെച്ചാൽ മാത്രം പോരല്ലോ, ലോറിയും കൈക്കലാക്കണ്ടേ. കൊച്ചിനെ പിണക്കിയാലേ ഇതൊന്നും നടക്കുകയല്ല. ഉപ്പ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരാൾ സഹായിക്കണം. പടിപ്പുര വീടിന്റെ മാനം കെടുത്താൻ ഒടുങ്ങാത്ത പകയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയോ? അങ്ങാടിക്കടവിലെ തലപ്പാവില്ലാത്ത രാജാവ് പ്രധാനി മാർത്താണ്ഡൻ. ൂപ്പിലെ പണി ഇത്തിരി നീണ്ടുപോകും. വണ്ടി ഓടിയ വകയില് ഇത്തിരി കടങ്ങളുണ്ടേ. പണിക്ക് പോയാൽ വല്ലതും തടയും. കുറച്ച് പഴക്കമുള്ള ലാറിയാണേലും വീടും കുടിയും നോക്കാൻ അത് മതി. കാട്ടിലല്ലയോ പണി. 4-5 മാസം വെയിലും മഞ്ഞും കൊണ്ട് ബുദ്ധിമുട്ടിയായാലും കൊച്ചിനെ കെട്ടിച്ചയക്കണ്ടായോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലയോ വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ ഇവിടത്തെ ആ വലിയ വീട്ടിലെ കൊച്ചിനോടൊപ്പം അവൾ ഇറങ്ങി പോന്നു കളഞ്ഞത്. ഇപ്പൊ ആ വീട്ടുകാര് കൊച്ചിനെ വിട്ടുതരത്തില്ല എന്ന്. എനിക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുക. സഹായത്തിന് എപ്പോഴും ഒരാള് വേണം. നിങ്ങൾ വിളിച്ചാ അവൾ ഇറങ്ങി വരുമോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ പെണ്ണിനൊരു അല്പം മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോരുമായിരുന്നു. പിന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്ന് നോക്കിയാട്ടെ. ഇത്തിരി പഴയതാ. പൂപ്പലൊക്കെ പിടിച്ച് പടത്തിൽ അല്പം തെളിച്ചം കുറവാണ്. എങ്കിലും ഞാനിത് എപ്പോഴും കൂടെ കരുതും. കുട്ടിയുടെ ഇതിലും ചെറിയ ഫോട്ടോ ഒന്നുമില്ലേ? അത് ഗുരുവായൂരിന്ന് ചോറൂണും കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് എടുപ്പിച്ചതാ. ഓ, അത് ശരി. അത് ഒരു ഓണത്തിന് വണ്ടിപ്പണി ഇത്തിരി കാശ് കൈ വന്നപ്പോ
അവളെയും കൊണ്ട് പട്ടണത്തിൽ പോയി എടുത്ത ഫോട്ടോയാ. അപ്പനെ വിട്ട് ഓടിപ്പൊക്കളഞ്ഞില്ലയോ? ഒന്ന് കാണാൻ കൊതിച്ചു പോയാ ഇപ്പൊ ഇതേ ഉള്ളൂ. പ്രാണനി പൊതിഞ്ഞാ ഞാനിത് സൂക്ഷിക്കുന്നത്. അത്രയ്ക്ക് ജീവനായിരിക്കും അവിടെ. അമ്മേ, എന്താ? അമ്മു മാളും കുട്ടനും ഒക്കെ എവിടെ അമ്മേ? ആ, ഞാൻ കണ്ടില്ല. ഒരു കുട്ടനും മാളും. അമ്മ എന്താ ഒറ്റയ്ക്ക് ഇവിടെ? കുട്ടിയെ തരാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. കാണാതായപ്പോ എന്തോ ഒരു ടെൻഷൻ പോലെ. ഒന്നുമില്ല, വെറുതെ തിരക്കുന്നേ ഉള്ളൂ. കുട്ടി ഇവിടെ ഇരുന്നോളൂ, ഇരുന്നോളൂ. പിന്നെ വൃത്തിയാക്കിയിട്ട് കാലം കുറെ ആയ കൊളാ. ആ പടിക്കെട്ടിലൊക്കെ ഇരിക്കുമ്പോ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതെന്താ ഇവിടെ ഇരിക്കണേ? എന്തോ കണ്ട് പേടിച്ച മട്ടുണ്ടല്ലോ. അച്ഛൻ വന്നു പോയ ശേഷം ആകെ ഒരു മാറ്റമുണ്ട്. അച്ഛനല്ലേ വന്നത്, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. വന്ന് കിടന്നോളൂ. എന്തോ ഉറക്കം വരണില്ല. കണ്ണടച്ച ഇരുട്ടിൽ എന്തൊക്കെ രൂപങ്ങളാ. പേടിയാവണം. അതൊക്കെ കുട്ടിയുടെ തോന്നലാ. വന്ന് കിടന്നുറങ്ങ്. ആ, കളിച്ചോ കളിച്ചോ, കല്ല് വല്ല കളിച്ചോ മക്കളെ. കുടുംബം തൊല്ലേ വേറെ എവിടെയും പോണ്ടല്ലോ. ഓരോരോ പഠിപ്പ് വെച്ചിരിക്കുന്നു. ആ പൊന്നിയില്ലേ, അവൾക്ക് 100 കിന്നാരങ്ങളാ. അവൾ എന്താ നിങ്ങളോട് പറഞ്ഞേ? ഇനി പണിക്ക് വരുന്നില്ലാന്നോ? നൊണയാ, അതൊന്നും അല്ല. ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന കാര്യങ്ങളൊക്കെ മണത്തറിയാം. പിന്നെ പരദൂഷണം അറിയാമല്ലോ. മനഃപൂർവ്വം തന്നെ ഞാൻ അവളെ ഒഴിവാക്കിയത്. ആ ഇതാരാ? ഉണ്ണിപ്പിള്ള മാവനോ? എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഇവളുടെ വല്യപ്പന്റെ 16 അടി ദൂരം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാ. ഇവക്കൊരു നിർബന്ധം, മുത്തശ്ശിയെ കാണണമെന്ന്. ആ, മുത്തശ്ശി ഇവിടെ ഇല്ല. കാണിയംകുളത്തെ ഇളയമ്മയുടെ വീട്ടിലേക്ക് പോയതാ. സാരമില്ല, ഏട്ടത്തിയുണ്ടല്ലോ, അത് മതി. ഇത് മീനാക്ഷിയല്ലേ? വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാ. ഇപ്പൊ അങ്ങോട്ട് വലിയ കുട്ടിയായിരിക്കണു. എന്താ ഇപ്പൊ ചെയ്യണേ? ഞാനിപ്പോ ബികോമിന് പഠിക്കുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത വരവാണല്ലോ. എന്തിനു വെയിൽ കൊണ്ട് വാടുന്നേ? വാ, അകത്തേക്ക് വാ. വയ്യ. ഇനിയിപ്പോ ഇതെന്ത് കുരിശാണാവോ? വെയില് താഴുമ്പോ അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നാള് ഞാൻ വീട്ടിലോട്ട് വന്നായിരുന്നു. അപ്പൊ കുഞ്ഞുണ്ടായില്ല. ആണുങ്ങളില്ലാത്ത നേരത്തെ പെണ്ണിനെ പിടിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. പേടിക്കണ്ട, കുഞ്ഞറിയാതെ ഞാൻ അവളെ കൊണ്ടുപോകത്തൊന്നുമില്ല. ചാവുമ്പോ കുഴിച്ചു മൂടാ ഇത്തിരി മണ്ണുള്ളതും പണയപ്പെടുത്തി കടക്കാരെ പേടിച്ച് നാട് വിടേണ്ടി വന്ന ഒരു പ്രാരാബ്ധക്കാരൻ ഇതും ഇതിലപ്പുറവും ചിന്തിച്ചു പോകും. കാലം അതല്ലേ. ദുരാഗ്രഹമാണ് നിങ്ങൾക്ക്. ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് വീണ മുഖം കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവന്റെ അപേക്ഷയാണ്. അവളെ വെറുതെ വിട്ടേക്ക്. പറ്റില്ലടോ, കൊണ്ടുപോയേ പറ്റൂ.
എന്നിട്ട് കൈ നിറയെ കാശും വാങ്ങി ഈ പഴയ തുരുമ്പിച്ച ലാറിയും സ്വന്തമാക്കി ഇനി ഒരു നാടകങ്ങൾക്കും ഒരു ദുഷിച്ച കഥാപാത്രങ്ങൾക്കും വേഷം കെട്ടാതെ ഞാൻ കണ്ണിയങ്കാട്ടേക്ക് തിരിച്ചു പോകും. അങ്ങ് കണ്ണടച്ചുകളാ, കാശ് എത്ര വേണേ തരാം. അനിയൻ കൊച്ചന്റെ ഗതി കണ്ടില്ലേ? പാവം, വണ്ടി കയറിയാ ചത്തത്. മനഃപൂർവ്വം കുരുക്കിട്ട് പിടിച്ചൊന്നുമല്ല, വന്ന് വീഴുകയായിരുന്നു. ഇന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത് ആ കൊച്ചിനാണെന്ന് അറിഞ്ഞപ്പോ എന്തോ രക്ഷപ്പെടുത്താൻ തോന്നിയില്ല. ചാവട്ടെ എന്ന് കരുതി. ഒരു തരത്തിൽ അതൊരു ഭാഗ്യം തന്നെ. വലിയൊരു തൊല്ല ഒഴിഞ്ഞു കിട്ടിയത്. എന്റെ കൂടപ്പുറപ്പിന്റെ ജീവനെടുത്തിട്ടാ താൻ ഈ കളികളൊക്കെ കളിക്കുന്നത്. ചെവിയിൽ വിളിക്കോ, അധികം വാഴിക്കില്ല തന്നെ ഞാൻ. നളിനിയേ, ആ മാമനൊരു കാര്യം പറയട്ടെ. പറഞ്ഞാട്ടെ. ഇത് ഇത്തിരി വളഞ്ഞ വഴിയാ. നേരായ വഴിയിലൂടെ പോകാമെന്ന് വെച്ച എന്റെ പെങ്ങള് പറയും, ഇതിനാണല്ലോ ഉണ്ണിയെ നീ ഇങ്ങോട്ട് പോകുന്നതെന്ന്. എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട് മാമ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിന്നാ നേരത്തിനും കാലത്തിനും വല്ലതും കഴിക്കണ്ടേ? അതാണല്ലോ പ്രധാനം. പക്ഷെങ്കിലേ ഇക്കാര്യത്തിൽ മാമനെ നീ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വരും. കല്യാണ ചെലവിനുള്ള കാശൊക്കെ മാമൻ കരുതിയിട്ടുണ്ടേ. കല്യാണോ? ആരുടെ കല്യാണ കാര്യം മാമനീ പറയണേ? നമ്മുടെ ജയേഷിനും മീനാക്ഷിയും തമ്മിലുള്ളതേ. അല്ലാതെ ആരുടെയാ? നമുക്കതങ്ങ് നടത്താൻ മടിയേ. മാമന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. അയ്യോ, ഇക്കാര്യത്തിൽ നളിനി എന്തു പറയാനാ മാമ? മാമൻ തന്നെ സമയവും സന്ദർഭവും നോക്കി അവനോട് സംസാരിക്ക്. ചിലപ്പോ വീണേക്കും. ആര്? നമ്മുടെ ജയകൃഷ്ണൻ. അല്ലാതാരാ? അല്ല പിന്നെ ഉറങ്ങാതെ മനുഷ്യ. പിന്നെന്താ പാതിരാത്രി ഒരു പാട്ട് പാടണോ? അവൾ ആരാന്നും ഏതാന്നും നിങ്ങൾ ചോദിച്ചോ? അവളെ പിടിച്ചിറക്കും വലിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് കലിതുള്ളി വന്നത് ഇതിനായിരുന്നോ? അല്ലേലും വീട്ടിലെ പട്ടി വേട്ടയ്ക്ക് കൊള്ളില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ഓ, അതിന് ഞാനെന്ത് വേണം? അവനെ വിളിച്ചു നടത്തി ചോദിക്കാം അവൾ ആരാണെന്ന്. ഈ പാതിരാത്രി എന്നെ വിളിച്ചുണർത്തണോ? വേണം. എനിക്ക് നാളെ തന്നെ മോളെയും കുട്ടി നാട്ടിലേക്ക് പോണം. അതിനു മുമ്പ് സംഗതിയുടെ കിടപ്പറയണം. ഇല്ലെങ്കിലേ ലീലാമ്മയുടെ സ്വഭാവം മാറും. ഇനിയിപ്പോ ഉറക്കല്ലാത്ത രാത്രികളായിരിക്കും. മോനെ ജയകൃഷ്ണ, മാമൻ ഉണ്ണിപ്പിള്ള. നീ എവിടെയാ? ഞാനിവിടെ. ഉണ്ടാക്കാതെ എന്റെ മുണ്ട് മാമനെന്താ ഈ നേരത്ത് വന്നേ? വരേണ്ടി വന്നു. എന്തിന് ജയകൃഷ്ണ? നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. ഇത് നിന്റെ കാലാണല്ലോ. അത് കട്ടിലിന്റെ കാലാ. അപ്പൊ നിന്റെ കാലോ? അതെന്റെ കാലിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ട്. അതെന്റെ കയ്യാ. എന്താ ഈ സ്വിച്ചും കാണുന്നില്ലല്ലോ. ആശ്വാസമായി. അമ്മാവൻ എന്തിനാ പാതിരാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? അമ്മാവൻ ഈ നേരത്തെ ബാധ കയറുന്നത്? ആരാണവൾ? ഏതാണവൾ? എവിടെയാണവൾ? ആര്? ഈ വീട്ടിൽ പാത്തും പതുങ്ങിയും കടന്നുകൂടിയിരിക്കുന്നവൾ. അവളെ ഇറക്കി വിട്. ഈ പാതിരാത്രി തന്നെ വേണോ അമ്മാവ? നേരം വെളുത്തിട്ടായാലും മതി. ഓ മോനെ ജയ, 7.5 ഏക്കർ റബ്ബറിൻ തോട്ടം. റബ്ബറിനൊക്കെ വില ഇടിഞ്ഞില്ലേ? 1 ഏക്കർ തെങ്ങിൻ തോപ്പ്. തേങ്ങയ്ക്ക് തീരെ വിലയില്ല. ഈയിടെ പാല് കാച്ചി 2 നില വീട്. അത് കൊള്ളാം. അടുത്ത മാസം ഡൽഹിയിൽ നിന്ന് വരുന്ന മാരുതി സെൻ. അപ്പൊ യാത്രയുടെ കാര്യം ഓക്കെ. ബികോമിന് പഠിക്കുന്ന സുന്ദരിയായ മകൾ. നീയൊന്ന് പറ, എന്തോന്ന്? ഇതെല്ലാം സ്വന്തമാക്കി നിനക്ക് മാമന്റെ മോളെ കെട്ടിക്കൂടെ? ഒരിക്കലും സാധ്യമല്ല. മാമൻ പോ. അണച്ചോ? ഈശ്വരാ, ഈ രാത്രി ഞാൻ ലീലാമ്മയോട് എന്ത് സമാധാനം പറയും? പണ്ടൊക്കെ ഏത് കൊലകൊമ്പന്റെ മുന്നിലും മുട്ടുവളയാതെ നിന്നിട്ടുള്ളതാന്നേ. തല്ല് കൊണ്ടും കൊടുത്തും നല്ല പരിചയ. അരയ്ക്ക് താഴെ ഇപ്പോഴും ഉണങ്ങാതെ ഒരു മുറിവുണ്ട്. ചീട്ടുകളത്തിലെ തർക്കം മൂത്തിട്ട് കൂടെ ഇരുന്നവൻ വശക്കേടായിട്ടൊന്ന് പറ്റിച്ചതാ. വണ്ടിക്കാരല്ലയോ, ഇച്ചിരി വെള്ളം അകത്തി എന്നാ പിന്നെ കച്ചറകളാ. ഇന്ന് ആ പടിപ്പുര വീട്ടിലെ സന്തതിയെ വളരെ മോശമായിട്ടാ എന്നോട് പെരുമാറിയത്. ആണല്ലേ? അവന് സാരമില്ല, ഒക്കെ സഹിക്കാനും പൊറുക്കാനും ഈ ഉപ്പ തയ്യാറാ. പടിപ്പുര വീട്ടിൽ നാട്ടിൽ പായിക്കുന്നവരെ അതിഥിയായി സ്വീകരിക്കാൻ എൻ്റെ വീടിൻ്റെ വടക്ക് വശത്തായ ഒരു മുറിയുണ്ട്. ഈ പുറമ്പോക്കി കിടന്ന് നരയിക്കാതെ അങ്ങോട്ട് വാ, നിങ്ങൾക്ക് അവിടെ കഴിയാം. പിന്നൊരു കാര്യം,
നിങ്ങൾ ഉപ്പയാണോ വാപ്പയാണോന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് നാട്ടുകാരല്ല, നിങ്ങളുടെ മോളാ. നെഞ്ചിനകത്ത് വല്ലാത്തൊരു വെപ്രാളമാണ്. കൊച്ചിനെങ്ങാനും അവൻ പറഞ്ഞ് തിരിപ്പിക്കുവോ? അത് വെറും തോന്നല. പടിപ്പുര വീട്ടിലെ കൊച്ചമ്മമാര് അവളെ കൂടെ പൊറിപ്പിക്കുമെന്ന് തോന്നണുണ്ടോ? നിങ്ങളുടെ മോളുടെ ഭാഗത്താ തെറ്റ്. ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾക്കറിയോ, എന്റെ നേരിലൊന്ന് കണ്ടാ മതി, ആ ജയകൃഷ്ണൻ കിട്ടുകിട്ടാ പറയ്ക്കും. നേരം വെളുത്തോട്ടെ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. എടാവേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ അവൻ നാറിയില്ലേ? നാറി പുഴുത്തില്ലടാ. അങ്ങാടിക്കടവിലെ പീക്കിരി പിള്ളേര് മുതൽ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന മുതുക്കന്മാർക്ക് വരെ ഇപ്പൊ ഇതേ പറയാനുള്ളൂ. ഇനി നിന്റെ മുടി അഴിച്ചിട്ടുള്ള യക്ഷി ഉണ്ടല്ലോ, യക്ഷി, അവളെ കൂടി ഒന്ന് ഒഴിപ്പിക്കണം. അതിനിത്തിരി കള്ളും കഞ്ചാവും മേടിച്ചു കൊടുത്ത് ആ കിഴവനെ ഒന്ന് എരികേറ്റിയാ മതി. എരികേറ്റിയാ മാത്രം പോരാ, പിന്നെ നമ്മൾ വരയ്ക്കുന്ന വരെ നിർത്തണം. മനസ്സിലായില്ലേ? കിളവന്റെ മനസ്സ് യാതൊരു കാരണവശാലും പെണ്ണിന്റെ ഭാഗത്തേക്ക് ആടരുതെന്ന്. ആടിയ സർവ്വതും പൊളിയും. പിന്നെ നാട്ടുകാരുടെ ഇടയിൽ കൂടെ തലയും മുണ്ടനവും ചെയ്ത് ചെമ്പുള്ളിയും കരിമ്പുള്ളിയും കുത്തി അങ്ങ് നടന്നാ മതി. പ്രധാനിയുടെ മുഖത്തിന് ചേരും, നിന്റെ തന്തയ്ക്കും അത് ചേരും. കണ്ടോ, 8, 10 എന്നും പറഞ്ഞ് ചാടി ചാടി വരുന്നത് കണ്ടോ? അതിന് വരട്ടെ, നല്ല പുളിയരി കഷായം കൊടുക്കണം. കാലൻ കുടയുമായിട്ട് എങ്ങോട്ടാ? പ്രധാനിയുടെ വാലും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാര് വെറും ഊമകളൊന്നും അല്ല കേട്ടോ. നീ അധികം വിളവ് കാണിക്കല്ലേ. പെരുവഴിയിലിട്ട തന്തയുടെ കൊങ്ങാക്കി പിടിച്ചതും പോരാ, കേമനാവുന്നോ? നിന്നെ നാറ്റാവുന്നോടത്തോളം ഞാൻ നാറ്റിക്കും. അതിനായ എന്റെ പുറപ്പാട്. നിന്റെ ബന്ധുക്കളുടെയും പരിചയക്കാരനും വീട്ടിൽ ചെന്നിരുന്ന് വലിയ വലിയ കഥകൾ പറയാൻ പോവുക ഞാൻ. പിന്നെ നീയൊക്കെ ഇതിലെ ഞെളിഞ്ഞു നടക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും എന്നെ നാറ്റിക്കാൻ പോവല്ലേ? അതെ, അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ, ബാക്കി ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് തന്നോളാം. ഇതും ഇരിക്കട്ടെ, ഒന്ന് വഴി മാറി. നാഴേക്ക് 40 വട്ടം നിന്റെ പിന്നാലെ നടന്ന് വേദോതിയതേ നീ നന്നായി കാണാൻ വേണ്ടിട്ടല്ലേ? എടാ, പഴയ നായന്മാർക്ക് വലിയ ഗമയും പത്രാസും കാണും. പടിപ്പുര വീട്ടുകാരും അക്കാര്യത്തിൽ തീരെ മോശമല്ലല്ലോ. ഇവിടുള്ള കുശുമ്പി പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടാ പോരെ? ഓരോ നുണകളും പൊടിപ്പും തങ്ങലും വെച്ചുള്ള സംസാരവും കേട്ടപ്പോ ഉള്ളത് പറയാലോ, നേരാണെന്ന് ഞാനും കരുതി. പണ്ടൊക്കെ ഒരില അനങ്ങിയ നീ വന്ന അമ്മായിയോട് പറയുമായിരുന്നു. അമ്മായിക്ക് ഇങ്ങനെ വായിട്ടലക്കാനല്ലേ അറിയൂ. എല്ലാം ഞാൻ തന്നെ വരുത്തിച്ചതാ. എല്ലാവരും എന്നെ തള്ളിപ്പറയുന്നു കരുതി. അതുകൊണ്ടാ ഞാൻ. നീ എന്തിനാടാ വിഷമിക്കണേ? ഒരു തരത്തിൽ നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ. അതെ, നിന്നോട് എനിക്കിത്തിരി ബഹുമാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആ കുട്ടിയെ വെറുതെ വിഷമിപ്പിച്ചു. അവക്ക് എന്ത് തോന്നുവാടാ? ആ കിളവനിങ്ങി വരട്ടെ, മുഖത്ത് നോക്കി നല്ല 4 ആട്ട് കൊടുത്താലേ എനിക്ക് ഉറക്കം വരും. കൊച്ചന്തിയെ അവളെ കൊണ്ടുപോകാൻ വന്നതാ, ഒന്ന് വിളിച്ചാട്ടെ. എവിടേക്ക്? അതെന്ത് ചോദ്യ? അവളെ കൊണ്ടുപോകണ്ടായോ നാട്ടിലേക്ക്? മടിച്ചിയാ, കുറച്ചുനാൾ കൂടെ പുറത്തുതല്ലയോ, വിട്ടുപോരാൻ പ്രയാസം ഉണ്ടാവും. കൊച്ചിന് എന്നോട് കെറുവായിരിക്കുമെന്നേ, എന്തോ ചെയ്യാനാ, വയസ്സായ ഇങ്ങനെയൊക്കെയാ. ഇപ്പൊ അവക്ക് അപ്പനൊരു ബാധ്യതയായി കാണും. ഇനി അധികം വിസ്തരിക്കണ്ട, കള്ളക്കഥകളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പടിപ്പുരയിൽ വന്ന് മുട്ടി വിളിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന പതിവുണ്ട് ഈ വീട്ടുകാർക്ക്, ആതിഥ്യ മര്യാദ. പക്ഷെ നിങ്ങളെപ്പോലെ ദുഷിച്ച മനസ്സുള്ളവർക്ക് പടിക്ക് പുറത്താ സ്ഥാനം. കൂടുതലൊന്നും വേഷം കെട്ടണ്ട, പുറത്തു പോകണം. കൊച്ചൻ പറയുന്നത് കേട്ടോ, രാഖി രാമായണം കട്ടോണ്ട് വന്ന മുതലാ. അത് മടക്കി ചോദിച്ചത് ഇങ്ങനെ അടിമുടി പെരുത്താലോ? വലിയ കുടുംബക്കാരല്ലയോ, മാനാഭിമാനം നോക്കണ്ടേ? വച്ച് പൊറപ്പിക്കാണ്ട് ഇറക്കി വിടന്നേ പെണ്ണിനെ. അവളെയും കൊണ്ടേ പോകത്തുള്ളൂ. അമ്മോ,
വിളിച്ചു നോക്കണം. അവൾ വരുന്നെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഈ ഗ്രാമത്തിന്റെ അതിർത്തി വരെ ഞാനും കൂടെ വരാം, നിങ്ങളെ യാത്രയാക്കാൻ. വരില്ല അവൾക്ക് പേടിയാ. കൊണ്ടുപോകുന്നത് അപ്പനല്ലല്ലോ. അമ്മയെ തല്ലുന്നത് കണ്ടപ്പോ വിറച്ചുപോയ മനസ്സാന്നേ. അതിന്റെ പക അടങ്ങത്തില്ല കൊച്ചിനെ. ഇനി അവളെ ബലമായി പിടിച്ചിറക്കണം, അതേ നടക്കത്തുള്ളൂ. ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ഉമ്മർത്ത് വന്നു നിന്ന് ഉച്ചത്തെ സംസാരിക്കുന്ന പതിവില്ല. പക്ഷെ സഹിക്കണേന് ഒരു അതിരുണ്ടല്ലോ. കണക്കുതി മൂത്തിട്ടെ നിങ്ങൾക്ക് ഭ്രാന്ത. ചാവുമ്പോ പുഴു തരിച്ചു കിടന്നാലും ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അത്രയ്ക്ക് ദുഷ്ടനാ നിങ്ങൾ. എന്തൊക്കെ സംഭവിച്ചാലും അമ്മൂനെ നിങ്ങൾക്ക് വിട്ടുതരില്ല. എവിടേക്കെങ്കിലും പോയിക്കോ, അവൾക്ക് കാണണ്ട നിങ്ങളെ. കുട്ടി വാ, നിന്നോട് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. അവളോട് പറഞ്ഞേക്ക് ഞാൻ പോവാ. പക്ഷെ ഇനിയും വരും. ഇതുപോലെ കൈയും കാലും പിടിച്ച് അപേക്ഷിക്കാനല്ല, ഇത്തിരി കയ്യൂക്ക് കാണിച്ചിട്ടായാലും അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഇതൊന്ന് കഴിക്കേ. തലയൊന്ന് പെരുക്കട്ടെ, അപ്പൊ താനെ തെളിഞ്ഞു വരും എന്താ വേണ്ടതെന്ന്. എന്തിനാന്നേ, ഇറങ്ങി വരാൻ അവൾക്ക് ഇഷ്ടമല്ല. അപ്പനോട് അത്രയ്ക്ക് വെറുപ്പാ. പക്ഷെ അവളില്ലാതെ എനിക്ക് ഈ ഗ്രാമം വിട്ട് പോകാനും ഒക്കത്തില്ല. തന്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾ സഹായിക്കാമെന്ന് ഏറ്റത്. അടിപ്പുര വീട്ടുകാരോട് എനിക്കും കുറെ വാശിയൊക്കെ ഉണ്ട്. നാട്ടുകാർ മുഴുവൻ കാണിക്കയല്ലേ ഞാനൊന്ന് അപമാനിക്കപ്പെട്ടത്. അതിന് പകരം ചോദിക്കണ്ടേ? വേണ്ടടാ കുഞ്ഞുണ്ണി. വേണം മുതലാളി. ഇനിയും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണമെന്ന് ഈ പ്രധാനിക്കറിയാം. അവള് പറയുവാന്നേ, അപ്പൻ അവളോട് അസൂയയാന്ന്. അവൾക്കൊരു ജീവിതം കിട്ടിയതില് അപ്പൻ എന്തിനാ അസൂയപ്പെടുന്നത്? പരസഹായം വേണ്ടി വന്നപ്പോ അവൾ അപ്പനെ വിട്ടുപോയിട്ട്. ഞങ്ങൾ ഒന്ന് വിരലിനൊടിച്ചാൽ മതി, നാളെ പടിപ്പുര വീട്ടുമുറ്റത്ത് ജനപ്രളയമായിരിക്കും. നാട്ടുകാരെയും വീട്ടുകാരെയും സാക്ഷി നിർത്തി അവളെ ഞങ്ങൾ പിടിച്ചിറക്കി തരാം. കൊണ്ടുപോകുമോ? കൊണ്ടുപോകുമെന്നോ? ഇതെന്ത് ചോദ്യ? നമ്മൾ അവളെ കൊണ്ടുപോകത്തില്ലയോടാ ലാസറേ? പിന്നെ കൊണ്ടുപോവാതെ ഇന്ന് രാത്രിയിൽ താൻ പോയി സുഖമായിട്ട് ഉറങ്ങുക. നാളെ നേരം വെളുക്കുമ്പോ താൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോകും. പോയിരിക്കും വെറും കൈയോടെയല്ല, താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ മകളെയും കൊണ്ട്. മര്യാദയ്ക്ക് വെളിയോട്ട് ഇറങ്ങി വാ. ആളുകളെയും കൂട്ടി അയാള് വന്നിരിക്കുകയാണ് അമ്മൂനെ കൊണ്ടുപോവാൻ. മോളെ, നിന്നോട് വെറുപ്പോ ദേഷ്യോ എന്തൊക്കെയോ തോന്നിയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നീ ഇപ്പോ ഞങ്ങളിൽ ഒരാളാണ്. ഇപ്പോ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അമ്മൂന് പോവാൻ കഴിയോ? കഴിയുമെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷെ ഏതെങ്കിലും ഒരു തെരുവിൽ വഴി പഴച്ചവളെ നിന്നെ കാണേണ്ടി വന്ന ഞാനും ഒരു അമ്മയല്ലേ? എനിക്കും നിന്നെ പോലെ ഒരു മോളുണ്ട്. പടിപ്പുര വീട്ടിലെ വല്യങ്കുന്നേ, ഒന്നും ഇറങ്ങി വന്നാട്ടെ. നാട്ടുകാരോട് സമാധാനം ബോധിപ്പിച്ചിട്ട് പോ. ഇവരിളകിയാലേ നീയും നിന്റെ അമ്മവങ്ങന്മാർ ഇതിനുള്ളിൽ കിടന്ന് അരിഞ്ഞ് ചാമ്പലായി പോകും. ഒന്ന് ഉറക്കത്തുമ്മിയാൽ മുട്ടുവിറക്കുന്ന പീറ പ്രമാണിമാരെയും കൂട്ടി വന്ന് താനും തന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? വീരവാദവും വെല്ലുവിളിയും ഒക്കെ അങ്ങ് പടിക്ക് പുറത്ത്. നീയൊക്കെ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിന് ഞാൻ കൃത്യമായിട്ട് കരമടയ്ക്കുന്നുണ്ട്. കണ്ണി കണ്ട ചെറ്റകൾക്ക് കയറി വന്നിങ്ങനെ പരസ്യവിചാരണ നടത്താനുള്ള സ്ഥലമില്ലത്. പോയി പരാതി പറയണം. ഇന്ത്യൻ പീനൽ കോഡിലെ ഏതെങ്കിലും ഒരു ശിക്ഷാ നിയമം ഉപയോഗിച്ച് എന്നെ അഴിയണ്ണിക്കാനാവുമെങ്കിൽ അന്തസ്സോടെ ഞാനത് സ്വീകരിക്കും. അല്ലാതെ വെറും കൊടിച്ചിപ്പട്ടികളെ പോലെ വീട്ടുമുറ്റത്ത് വന്ന് കുറച്ചാൽ ഒരു പുല്ലിനെ ഉപയോഗിക്കില്ല ഞാൻ. കൊള്ളാം, അസലായി. കൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ മകന് ഇത്രയും സാമർഥ്യം. നോക്ക്, നിന്റെ അമ്മ വീട്ടുകാരും അപ്പം വീട്ടുകാരുവാ ഈ വന്നിരിക്കുന്നവരൊക്കെ തന്നെ. നീ പറഞ്ഞതുപോലെ ഏക്കർ കണക്കിന് സ്വത്തുക്കൾക്ക് വർഷാവർഷം ഇവരും കരടയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറും തെണ്ടികളല്ല എന്നർത്ഥം.
കേട്ടില്ലേ? ഈ തറവാടിനെതിരെ ഒരിക്കലും ശബ്ദം ഉണ്ടാക്കാത്തവരാ ഇപ്പൊ ഒച്ച വെക്കുന്നേ. അത് ഒരു പെണ്ണിന് വേണ്ടി. ഇതിൽ പേര് ഒരു നാണക്കേടില്ല. കുറ്റപ്പെടുത്തുകയല്ല, ഉള്ളിൽ അത്രയ്ക്ക് വിഷമമുണ്ട്. ചാകുമ്പോ ചിതയിലേക്ക് എടുക്കാൻ 2 ആൺതരികൾ ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരുന്നതാ. പക്ഷെ അതിലൊന്നും പോയില്ലേ. കൊല്ലാനും മടിക്കാത്തവരാ അയാളൊന്ന് കേട്ടു. എന്റെ ജയൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഭയമാണ് കുട്ടി. ഇനി ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. ഒരു പെറ്റമ്മയുടെ അപേക്ഷയാണ് മോളെ. ആ പോലീസ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ നടക്കുമായിരുന്നു. നാട് മുഴുവൻ പറപ്പിച്ചതിന് സർക്കാർ വക ഒരു പാരിതോഷികം ലഭിക്കുകയുണ്ടായി. പഴയ കാലമൊന്നുമല്ല. എന്തൊക്കെ പറക്കാതെ കാണിച്ചാലുണ്ടല്ലോ, ഇത് തമ്പുരാനായാലും ശരി പൊട്ടിച്ച് കൊരണം ഞാൻ പൊട്ടിക്കും. തെമ്മാടത്തിനെ പറയുന്നോ? എന്ത് യോഗ്യതയാണോ ഈ വീട്ടുമുറ്റത്ത് വന്നു തനിക്കിങ്ങനെ ന്യായം പറയാൻ? തന്തയാണ് പോലും തന്ത. ഇനി ഇവിടെ നിന്നാലേ കുറ്റിച്ചൂല് മുഖത്തേറും. പറഞ്ഞേക്കാം. നമ്മുടെ കുഞ്ഞ് ചൊവ്വല്ലാത്തതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടെന്താ? അവള് നെറുകേട് കാണിച്ചതിന് അപ്പന് ദണ്ഡമൊന്നുമില്ല. അവക്ക് അറിയാം അപ്പനെ അട്ടയെ പോലെ കടിച്ചു തൂങ്ങിയ പിന്നെ പിടുത്തം വിടത്തില്ല. ഈ വീട്ടുമുറ്റത്തൊരു നിലവിളക്ക് കൊളുത്തി വെച്ച് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഇവൻ അമ്മുവിനൊരു ജീവിതം കൊടുക്കും. പിന്നെ അധികാരവും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരില്ലല്ലോ. കുഞ്ഞ് എന്നോട് കെറുവിക്കരുത്. കൊണ്ടുപോകണം. ആരൊക്കെ വഴിമുടക്കിയാലും ശരി കൊണ്ടുപോവും. ഇവറ്റകളൊക്കെ ഒപ്പമുണ്ടെന്ന് കരുതി നിഗളിക്കുന്നതല്ല. നെഞ്ചുമേ കൈവച്ചാ പറയുന്നത്. നീ ഒന്ന് ഒഴിഞ്ഞു താ. ആ പൂതിയങ്ങ് മനസ്സിരുന്നാ മതി. മൂത്ത് നരച്ചല്ലോ. ഇനിയെങ്കിലും മതിയാക്കി കൂടി ഈ വൃത്തികേടുകള്. നിറഞ്ഞ മനസ്സോടെയാ പറയുന്നത്. അമ്മുവിനെ ഞാൻ സ്വീകരിക്കും. വേണ്ട. എവിടേക്കെങ്കിലും. പക്ഷെ ഞാൻ എന്റെ മനസ്സിവിടെ ഉപേക്ഷിച്ചിട്ട് പോവാ. ഒരു തരത്തിൽ ഞാൻ ഭാഗ്യവതിയല്ലേ? ഈ വീടിന്റെ ഇടനാഴിയിൽ ചിരിയും കരച്ചിലും ചില്ലറ വഴക്കും ഒക്കെ ജീവിതം അനുഭവിച്ചറിഞ്ഞപ്പോ ഞാൻ ശരിക്കും സന്തോഷിച്ചു. ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? എനിക്ക് വേണ്ടി കരയാനും പോകരുതെന്ന് അപേക്ഷിക്കാനും അമ്മായില്ലേ? ഒരു ജീവിതം തരാൻ സന്മനസ് കാണിച്ച ജയകൃഷ്ണനല്ലേ? എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിത്തെറിപ്പിച്ചിട്ട് ഞാൻ പോവാ. ഉപ്പയുടെ നുണക്കഥകളിൽ വീണ് മയങ്ങിപ്പോയ അങ്ങാടിക്കടവുകാർ പ്രധാനി മാർത്താണ്ഡന്റെ വിജയം കണ്ട് ആഘോഷിക്കുമ്പോൾ അമ്മുവിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കവർന്നെടുത്ത് ഉപ്പ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. പക്ഷേ ാട്ടേക്ക് പോകും വഴിയാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പണത്തിന് ഇത്തിരി ആർത്തിയുണ്ട്, അത് നേരാ.
പിന്നെ മതിയല്ലോ നിനക്ക് അപ്പന്റെ ജീവൻ എടുക്കാൻ. പണ്ട് ചെറിയ തെറ്റുകൾക്കും നിങ്ങൾ എനിക്ക് കടുത്ത ശിക്ഷ നൽകിയിട്ടുണ്ട്. ഒരു രാത്രി മുഴുവൻ അമ്മയുടെ ശവത്തിന് കാവലിരുന്നപ്പോ മരവിച്ചു പോയ മനസ്സാ എന്റേത്. പിന്നീട് ഒരു ഒളിച്ചോട്ടമായിരുന്നു. താണനിൽ തീരെ ഭയമില്ലാതെ തന്റെ അടുത്തോടെ ജീവിതം പഠിച്ചത് അവിടെയാണ്. നിയമങ്ങൾ എന്നെ ജയിലഴിക്കുള്ളിൽ തളച്ചിട്ടപ്പോഴും മനസ്സ് പതറാതെ, ഓരോ ചുവടുവയ്പിൽ ഇടറാതെ, ഉള്ളിലെ ആ പഴയ വിപ്ലവകാരിയുടെ ആവേശം കെട്ടടങ്ങാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു. തിരികെ പോകേണ്ടത് ആ ജയിലഴിക്കുള്ളിലേക്കാണ്. ഈ ലോറിയിലാണ് അപ്പൻ ജീവിതം ആരംഭിച്ചത്. ഒടുവിൽ മരണവും ലോറി തന്നെ സമ്മാനിച്ചു. നിങ്ങളുടെ ആർത്തി പിടിച്ച മനസ്സിന് അവളെ ഇരയായി വിട്ടു തന്നിട്ട് ജയിലഴികൾക്കുള്ളിലേക്ക് ഞാൻ പോവില്ല. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകൂ. വാ വാ. ലാസറേ, എന്താ മോളെ അമ്മു? നീ എഴുതിയ കത്തുകളിൽ നിന്ന് ഒന്ന് ഞാൻ വായിച്ചറിഞ്ഞു. എനിക്ക് ഇഷ്ടമാണ്, ഒത്തിരി സ്നേഹമാണ്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഒരിത്തിരി സ്നേഹം ഇവർക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പന്റെ ഹൃദയമായിരുന്നു ഈ ലോറിയിൽ. ഞാൻ ഇയാളെ കൊണ്ട് പോവുകയാണ്. എവിടേക്കെങ്കിലും ഒരിക്കലും അമ്മൂന് കരയും. ഇയാൾ ഇവിടേക്ക് വരില്ല. അങ്ങാടിക്കടവിന്റെ അതിർത്തി കടന്ന് ഇനിയൊരിക്കലും ഉപ്പ എന്ന മനുഷ്യനോ ഈ ലോറിയോ വരാതിരിക്കട്ടെ.